ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഏറെ വിവാദപരമായ ഒരു വിഷയമാണ് സ്നാനമെന്നുള്ളത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? മുതിർന്നവരെ സ്നാനപ്പെടുത്തണമോ, ശിശുക്കളെ സ്നാനപ്പെടുത്തണമോ, അതോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമോ? ഇതാ തിരുവചന സത്യമാകുന്ന വിശ്വാസ സ്നാനത്തെക്കുറിച്ച് കേൾക്കുന്നതിനും പഠിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും ഒരു സുവർണാവസരം. വിയപുരം ജോർജ് കുട്ടി എന്നറിയപ്പെടുന്ന റവറൻ ഡാനിയൽ സാമുവൽ തുടർന്ന് സവിസ്തരം ഈ വിഷയത്തെ ആധാരമാക്കി നിങ്ങളോട് സംസാരിക്കുന്നു. പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ചാലും. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിന്റെ വചനം കൃത്യമായി നാം ആചരിക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകി തന്നതാണ്. ദൈവവചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. അങ്ങനെ ദൈവവചനത്തോട് ഒരാൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അവൻ കള്ളനാകുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഈ ചെറിയ കൽപ്പനകളിൽ നിന്ന് ഒന്ന് അഴിക്കുകയോ അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്യുവാൻ പാടില്ല എന്ന് കർത്താവ് യേശു തന്നെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായി, ഇതിന് വിപരീതമായി ആരെങ്കിലും സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നും തിരുവെഴുത്തിൽ നിന്ന് നാം വായിക്കുന്നു. ആകയാൽ ദൈവം നമുക്ക് നൽകി തന്ന വിശുദ്ധ ബൈബിളിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ അഴിക്കുകയോ ഒന്നും ചെയ്യാതെ കൃത്യമായി നമുക്ക് ആചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ തന്നെ നോഹ ചെയ്തു. മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. കാനാവിലെ കല്യാണത്തിന് പോലും യേശുവിന്റെ അമ്മ മറിയ ശുശ്രൂഷകന്മാരോട് പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. നമ്മുടെ യേശു നമ്മളോട് കൽപ്പിച്ചേക്കുന്ന ദൈവവചനം അതുപോലെ തന്നെ ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. പണ്ട് ഐത്തം നിലയുന്ന കാലത്ത് ഒരു ബ്രാഹ്മണ ആശാൻ ബ്രാഹ്മണ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരുമായി യാതൊരു സമ്പർക്കവുമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ആശാൻ തന്നെ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം ഒരുക്കി കൊടുത്ത് കുഞ്ഞുങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ ഇലയിൽ നിന്ന് എവിടുന്ന് ഒരു പട്ടി ഓടി വന്ന് ചോറ് തിന്നു. ആശാൻ വന്നപ്പോൾ കുട്ടികൾ പറഞ്ഞ്, ആശാനെ പട്ടി വന്ന് ചോറ് തിന്നു ഒരു ചെറുക്കന്റെ ഇലയിൽ നിന്ന് പറയും. ആശാൻ പെട്ടെന്ന് കബഡി നിരത്തി അതിന്റെ ശിക്ഷ വിരിച്ചു. ചോറ് തിന്ന ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഇതിന്റെ പരിഹാരമായി ഒരു ഒളക്ക കുത്തനെ നിർത്തി ഒളക്ക മൂടത്തക്ക രീതിയിൽ നെല്ല് ഇടണം. ഈ നെല്ലെല്ലാം ആശാന് കിട്ടും. എത്ര പറ നെല്ലുണ്ടെങ്കിലും ഒരു ഉളക്ക മൂടത്തക്ക രീതിയിൽ നെല്ലിടാൻ പറ്റും? ഉടനെ കുട്ടികൾ ആരോ പറഞ്ഞു, ആശാന്റെ മോന്റെ ഇലയെന്നാന്ന് പറഞ്ഞു. ആശാൻ എവിടുന്ന് നെല്ലുണ്ടാക്കാനാ? ആശാന്റെ മോനാന്നറിഞ്ഞപ്പോൾ ആശാൻ അടവങ്ങ് മാറ്റി. ആശാൻ ചോദിച്ചു, പട്ടി കറുത്തതോ വെളുത്തതോ ചുമന്നതോ? പട്ടി കറുത്തത്. വടക്കുന്ന് വന്നോ, കിഴക്കുന്ന് വന്നോ, പടിഞ്ഞാറ് നിന്ന് വന്നോ, തെക്കുന്ന് വന്നോ? എല്ലാവരും പറഞ്ഞു വടക്കുന്ന് വന്നു. കമാന് തിന്നോ, കമാന് തിന്നോ എന്ന് ചോദിച്ചു. കമാന് മാത്രമേ തിന്നുള്ളെന്ന് പറഞ്ഞു. പറഞ്ഞ ആശാൻ പറഞ്ഞു, പട്ടി കറുത്തതായതിനാലും വടക്കുന്ന് വന്നതിനാലും കമാന്ന് മാത്രം തിന്നതിനാലും ഉളക്ക താഴെ ഇട്ട് നെല്ലിട്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടിടം കഴിഞ്ഞ് നെല്ലുണ്ടേ ഉളക്കം കൂടും. നോക്കുക, ആശാന്റെ മോനായതുകൊണ്ട് നിയമം അങ്ങ് മാറ്റി. അങ്ങനെ മാറ്റുവാൻ ദൈവവചനം പറയുന്നില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ ലണ്ടൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മുഴക്കോലിന്റെ നീളമാണ് ലോകത്തിലുള്ള എല്ലാ രാജ്യക്കാരും മുഴക്കോലിന്റെ നീളമായിട്ട് എടുത്തിരിക്കുന്നത്.
ആശാരിക്ക് നീളം കൂടിയത് കൊണ്ട് മുഴക്കോലിന് നീളം കൂട്ടുവാൻ പാടില്ല. ആശാരിക്ക് നീളം കുറവായതുകൊണ്ട് മുഴക്കോലിന് നീളം കുറയ്ക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ വചനം അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിപ്പാൻ പാടില്ല. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതാണ്. ദൈവവചനം എന്തു പറയുന്നുവോ അതിനനുസരിച്ച് നാം പോകുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് സമയം അറിയിക്കുവാനായി ചില പഞ്ചായത്തുകളിൽ സൈറൻ വന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ആ സൈറൻ കറക്റ്റ് ടൈമിൽ അടിക്കേണ്ടതിന് വേണ്ടി അവിടെയുള്ള ഒരു പയ്യനെ ചുമതലപ്പെടുത്തിയിരുന്നു. അവൻ എല്ലാ ദിവസവും രാവിലെ സൈറൻ അടിക്കേണ്ടതിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ അവന്റെ വാച്ച് കിടക്കുന്ന ടൈം പലപ്പോഴും തെറ്റാണ്. അവൻ പോകുമ്പോൾ ഒരു ക്ലോക്ക് കടയുടെ മുമ്പിൽ കൂടെയാണ് അവൻ പോകുന്നത്. അവൻ ആ ക്ലോക്ക് കടയുടെ മുമ്പിൽ വന്ന് ക്ലോക്ക് കടയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലോക്ക് നോക്കിയിട്ട് അവന്റെ വാച്ച് കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് അവൻ അവിടെ ചെന്ന് സൈറൻ അടിക്കും. അപ്പൊ നാട്ടുകാരുടെ എല്ലാം വിചാരം ഇവൻ അടിക്കുന്ന സമയം കറക്റ്റ് ടൈമാണെന്ന്. സൈറന്റെ ശബ്ദം കേൾക്കുമ്പോൾ ക്ലോക്ക് കടക്കാരൻ എഴുന്നേറ്റ് ക്ലോക്ക് കടയിലെ സകല വാച്ചും കറക്റ്റ് ചെയ്ത് വെക്കും. നോക്കുക, ആ പയ്യൻ കറക്റ്റ് ചെയ്യുന്ന ക്ലോക്ക് കടയെ നോക്കി. ആ സമയമാണ് നാട്ടുകാർ അറിയുന്നത്. ആ സമയമാണ് ക്ലോക്ക് കടക്കാരനും ചേഞ്ച് ചെയ്യുന്നത്. സമയം പലപ്പോഴും തെറ്റാറുണ്ട്. എന്താ കാര്യം? തമ്മിൽ നോക്കി കറക്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അല്ല. തമ്മിൽ നോക്കി നീ കറക്റ്റ് ചെയ്യുകയല്ല, എല്ലാവരെയും കറക്റ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ ചെയ്യുന്നത് നല്ലതാണോ തീയതാണോ എന്നുള്ളത് ദൈവവചനത്താൽ വേണം പരിശോധിക്കപ്പെടേണ്ടത്. ദൈവവചനം ശരിയായി മനസ്സിലാക്കാത്തതിനാൽ ക്രിസ്തീയ സമൂഹങ്ങളിൽ ഏറെ വിവാദമായിരിക്കുന്ന ഒരു വിഷയമാണ് സ്നാനം എന്നുള്ളത്. ഏറെ വിവാദമാണ്. നാം തിരുവചനം പഠിക്കുമ്പോൾ വിവിധ സ്നാനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ഈ പ്രസംഗം കേൾക്കുമ്പോൾ മുൻവിധികൾ മാറ്റിവെച്ച് ഒരു പഠിക്കുവാനുള്ള തുറന്ന മനസ്സോടെ നമുക്ക് ദൈവമുണ്ടാകുകയായിരിക്കണം. പണ്ട് ഒരിക്കൽ നയമാൻ കുഷ്ഠരോഗ ശുദ്ധീകരണം പ്രാപിപ്പാൻ ഇസ്രായേലിൽ വന്നു. ഏലിശാ പ്രവാചകന്റെ അടുക്കൽ വന്ന് കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഏലിശാ പറഞ്ഞു, നീ പോയി യോർദാനിൽ പോയി 7 വട്ടം കുളിച്ചാൽ നിന്റെ കുഷ്ഠരോഗം മാറുമെന്ന് പറഞ്ഞു. ഉടനെ നയമാൻ പറയുക, ഞങ്ങളുടെ അവിടുത്തെ നദികളായ അബാനയും പർപ്പരും യോർദാനിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ല വെള്ളമാണ്. അവൻ പറഞ്ഞതിന്റെ സാരം എത്ര? യോർദാനിലെ നദി കലക്കവെള്ളമാണ്. ഈ കലക്കവെള്ളത്തിൽ മുങ്ങുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ഞങ്ങളുടെ അവിടുത്തെ നദിയായ അബാനയും പർപ്പരും ഉണ്ട്, അതിനകത്ത് മുങ്ങിക്കുളിക്കുകയാണ് നല്ലത്. അപ്പൊ അവന്റെ ഉള്ളിലിരിക്കുന്ന ചിന്ത മുഴുവൻ ഞങ്ങളുടെ അവിടെ നടക്കുന്നതെല്ലാം നല്ലതാണ്, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, ഇവിടുത്തേതെല്ലാം ചീത്തയാണ്. ആ ചിന്താഗതിയോടുകൂടെ വന്നാൽ നയമാനെ സൗഖ്യം പ്രാപിപ്പാൻ കഴിയത്തില്ല. അല്ല, ഏലിശാ യോർദാനിൽ മുങ്ങാൻ പറഞ്ഞാൽ നീ തീർച്ചയായും യോർദാനിൽ മുങ്ങണം. അവിടെയാണ് അനുഗ്രഹം, അവിടെയാണ് സൗഖ്യം, അവിടെയാണ് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നത്. ദൈവവചനം വായിക്കുമ്പോൾ വിവിധ സ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനും സാധിക്കും. ഒന്നാമൊരു സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് നോഹയും കുടുംബവും പെട്ടകത്തിൽ കൂടി സ്നാനപ്പെട്ട കാര്യമാണ്. 1 പത്രോസ് 3:20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് വായിക്കുന്നു. ദൈവം ഈ ലോകത്തിലെ ജനങ്ങളെ അവരുടെ ദുഷ്ടത നിമിത്തം ശിക്ഷിച്ചപ്പോൾ, ജലപ്രളയത്താൽ അവരെ ന്യായം വിധിച്ചു കൊന്നപ്പോൾ, നീതിമാനാകുന്ന നോഹയെ ദൈവം പെട്ടകത്തിൽ കൂടെ വെള്ളത്തിൽ കൂടെ രക്ഷിച്ച വിധമാണ് ആ ഭാഗത്ത് വായിക്കുന്നത്. അവർ പെട്ടകത്തിനകത്താണേലും പെട്ടകം വെള്ളത്തിൽ കൂടെയാണ്. അങ്ങനെ പെട്ടകത്തിൽ കൂടി അവർ രക്ഷപ്പെട്ടത് സ്നാനത്തിന് ഒരു മുൻകുറിയായി പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കും. രണ്ടാമത് നമ്മൾ സ്നാനത്തെക്കുറിച്ച് വായിക്കുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ 1-2 വാക്യമാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും
സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് വായിക്കും. പഴയ നിയമത്തിന് മധ്യസ്ഥനാണ് മോശ, പുതിയ നിയമത്തിന് മധ്യസ്ഥൻ കർത്താവായ യേശുവാണ്. പഴയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മോശയോട് ദൈവം പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. അപ്പൊ ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് തന്റെ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തത്. വീണ്ടെടുപ്പിന് ആദ്യമേ അവർ ചെയ്തത് പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ അവർ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഓരോ കുടുംബത്തിനും ഓരോ ആട്ടിൻകുട്ടി വെച്ച് അറുക്കപ്പെടണം. അതിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തൊട്ടിടണം. അന്നാരും ഭവനത്തിൽ വെളിയിൽ പോകുവാൻ പാടില്ല. പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, കയ്യിൽ വടി പിടിക്കണം, കാലിൽ ചെരുപ്പിടണം, അര മുറിക്കണം, കയ്പ് ചീരയോടുകൂടെ വേണം അപ്പം ഭക്ഷിക്കേണ്ടത്, തിടുക്കത്തോടെ ഭക്ഷിക്കണം. ഇതാണ് പെസഹായുടെ പ്രമാണം. അങ്ങനെ പെസഹ എടുത്ത് ആട്ടുകുട ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലിനെ ദൈവം അടുത്ത് നടത്തിയത് ചെങ്കടലിന്റെ തീരത്തേക്കാണ്. ഇസ്രായേൽ മക്കൾക്ക് കനാൻ നാട്ടിൽ പോകുവാൻ ഫെലിസ്ത്യരുടെ ദേശത്തൂടെ എളുപ്പവഴി ഉണ്ട്. എന്നാൽ അതുവഴി ദൈവം അയച്ചില്ല. ആരാധനയ്ക്ക് മുൻപ് ആട്ടുകുട ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവൻ സ്നാനപ്പെട്ടിട്ട് വേണം ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് വ്യവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് മാനുഷികമാകുന്ന വഴിയെ ദൈവം നയിക്കാതെ വഴിയില്ലാത്തിടത്തുകൂടെ ദൈവം വഴി ഉണ്ടാക്കി ചെങ്കടലിൽ കൂടെ അവരെ സ്നാനപ്പെടുത്തി അക്കര കയറ്റി. അപ്പൊ രണ്ടാമത്തെ സ്ഥാനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കൂടെ ഏറ്റ സ്നാനമാണ്. പഴയ നിയമത്തിലൊരു വ്യക്തി അല്ലെങ്കിൽ പഴയ നിയമ ഇസ്രായേൽ സ്നാനപ്പെട്ട് പഴയ നിയമ മധ്യസ്ഥനോട് ചേർന്നു എങ്കിൽ പുതിയ നിയമത്തിലൊരു വ്യക്തി സ്നാനപ്പെട്ട് പുതിയ നിയമത്തിന് മധ്യസ്ഥനാകുന്ന കർത്താവിനോട് ചേരണം. മൂന്നാമത്തെ സ്ഥാനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സ്ഥാനമാണ്. മലാക്കി പ്രവാചകന്റെ കാലശേഷം 400 വർഷം ദൈവത്തിന് തന്റെ ജനമാകുന്ന ഇസ്രായേലുമായി യാതൊരു ഇടപാടുമില്ലായിരുന്നു. എന്നാൽ യേശുവിന്റെ മുന്നോടിയായി ദൈവം അയച്ച യോഹന്നാൻ സ്നാപകൻ മാനസാന്തരം പ്രസംഗിക്കുകയും തന്റെ പ്രസംഗത്താൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞവരെ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തുകയും ചെയ്തു. യേശുവിന് വഴിയൊരുക്കുവാനായി ദൈവം അയച്ചവനാണ് യോഹന്നാന്റെ സ്ഥാനം. അനേകർ പുരോഹിതന്മാരിൽ പോലും അനേകർ സ്നാനപ്പെട്ട് മുമ്പോട്ട് വന്നു എന്ന് വായിക്കുന്നു. നാലാമത്തെ സ്ഥാനം ക്രിസ്തീയ സ്ഥാനമാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18, 19, 20. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15, 16. ഈ 2 വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. പ്രസംഗം കേൾക്കുന്നവരെ വിശ്വസിച്ചവരെ ശിഷ്യപ്പെടുത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് കർത്താവ് കൽപ്പിച്ചു. അതാണ് ക്രിസ്തീയ സ്നാനം. അഞ്ചാമതൊരു സ്ഥാനം പരിശുദ്ധാത്മ സ്ഥാനമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് ഇനിയും ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇത് പെന്തക്കോസ്ത് നാളിൽ തുടങ്ങി ഇന്നും പരിശുദ്ധാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പരിശുദ്ധാത്മ സ്ഥാനമാണ്. പരിശുദ്ധാത്മ സ്ഥാനം നടത്തുന്നത് ഇന്നും പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ച് കർത്താവ് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മെയിൻ വിഷയം വെള്ളത്താലുള്ള സ്ഥാനമെന്നുള്ളതാണ്. അതിന്റെ പ്രാധാന്യത്തിലേക്ക് കടന്നൊരു ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു വിഷയം വലുതായിത്തീരുന്നത്? എന്തുകൊണ്ടൊരു വിഷയത്തിൽ ഇത്ര പ്രാധാന്യത വന്നു? ഒന്ന്, സ്നാനം എന്നുള്ളത് വലിയവനാകുന്ന ദൈവത്തിന്റെ ആലോചനയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ഒരാള് സ്നാനമേൽക്കുന്നില്ല എങ്കിൽ അവൻ മാനുഷികമാകുന്ന ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചനയാണ് അവൻ വൃഥാവാക്കുന്നത്. അപ്പൊ സ്നാനം എന്നുള്ളത് വലിയവനാകുന്ന ദൈവത്തിന്റെ ആലോചനയാണ്. 2, കർത്താവിന്റെ കൽപ്പനയാണ്.
മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും മർക്കോസ് 16:15-16 ചേർത്ത് വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യപ്പെടുത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് കർത്താവ് കൽപ്പിച്ചതിനാൽ സ്നാനം കർത്താവിന്റെ കൽപ്പനയാണ്. 3, സ്നാനം എന്നുള്ളത് കർത്താവിന്റെ മാതൃകയാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു യോർദാൻ നദിയിൽ വന്ന് സ്നാനമേറ്റ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗലീലിൽ നിന്ന് യോർദാൻ വരെ വരുവാൻ ഏകദേശം 70 മൈലോളം കാൽനടയായി നടന്നു വന്നാണ് നമ്മുടെ വലിയവനാകുന്ന ദൈവം നമുക്ക് വേണ്ടി നല്ലൊരു മാതൃക കാണിച്ചത്. 1 പത്രോസ് 2:21 ഇങ്ങനെ വായിക്കുന്നു, നാം അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക അവൻ നമുക്ക് വെച്ചേച്ചു പോരിക്കുന്നു. യേശു എന്തിനാണ് സ്നാനമേറ്റത്? അവന്റെ പാപം ഉണ്ടായിട്ടാണോ? ഒരു നാളുമല്ല. യേശു സ്നാനമേറ്റതിന്റെ അർത്ഥം അവൻ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ സ്ഥാനത്താൽ അവൻ വിളിച്ചു പറയുകയായിരുന്നു. അതിനായി തന്നെ സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ആയിട്ടാണ് യേശു സ്നാനമേറ്റ് നമുക്ക് മാതൃക കാണിച്ചത്. അടുത്ത 4-ാമത് സ്നാനത്തിന്റെ പ്രാധാന്യത ഇത് അപ്പോസ്തലന്മാരുടെ ഉപദേശമായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ തന്നെ പത്രോസ് 11 പേരോട് നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് വായിക്കുന്നതിനാലും മറ്റു പല ഭാഗങ്ങളിലും അപ്പോസ്തലന്മാർ പ്രസംഗിക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നതിനാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് വിശ്വാസ സ്നാനം. 2 പത്രോസ് 3:2 ഇങ്ങനെയാണ് വായിക്കുന്നത്, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് പത്രോസ് ലേഖനദ്വാര നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അപ്പോസ്തലന്മാർ തന്ന ഉപദേശം കർത്താവിന്റെ കൽപ്പനയായിരുന്നു എന്ന് ദൈവവചനത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 5-ാമത് സ്നാനം ആദിമസഭ നടപടിയാണ്. ആദിമസഭയിൽ രക്ഷിക്കപ്പെട്ടവരെ സ്നാനം എന്ന വാതിൽ വഴിയായിട്ടാണ് സഭയുടെ അംഗമായി എടുത്തിരുന്നത്. 5 പ്രധാന കാരണങ്ങൾ. 1, ദൈവത്തിന്റെ ആലോചന. 2, കർത്താവിന്റെ കൽപ്പന. 3, കർത്താവിന്റെ മാതൃക. 4, അപ്പോസ്തലന്മാരുടെ ഉപദേശം. 5, ആദിമസഭ നടപടി. ഈ 5 കാരണങ്ങളാൽ സ്നാനം വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അടുത്ത് നാം ചിന്തിപ്പാൻ പോകുന്നത്, ആരുടെ നാമത്തിൽ സ്നാനമേൽക്കണം? കർത്താവിന്റെ സ്നാനത്തിൽ യോർദാൻ നദിയിൽ കർത്താവ് സ്നാനമേറ്റപ്പോൾ പിതാവ് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ കർത്താവിന്റെ മേൽ ഇറങ്ങി വന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ സമ്മേളിച്ച ഒരു ശുശ്രൂഷയായിരുന്നു കർത്താവിന്റെ സ്നാനം. അങ്ങനെ ഉണ്ടായെങ്കിൽ പുതിയ നിയമത്തിൽ ഒരാൾ സ്നാനമേൽക്കുമ്പോഴും ഈ 3 പേരുടെ സാന്നിധ്യത്തെ വിളിച്ചു പറയുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വേണം സ്നാനമേൽക്കേണ്ടത്. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്ത 5 കൽപ്പന മത്തായി സുവിശേഷം 28:19 വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ നോക്കണം, സ്നാനം കഴിപ്പിക്കേണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആയിരിക്കണം. എന്നാൽ ചില ക്രിസ്തീയ സമൂഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നാനം നടത്തുന്നവരാണ്. അതിൽ അവർ തെളിവായി പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തിയിൽ ചില ഇടങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന പ്രയോഗം കാണുന്നത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനമേറ്റാൽ മതി എന്ന് അവർ പറയുന്നു. എന്നാൽ അത് ശരിയല്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ അങ്ങനെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ എഫെസോസിൽ ചെന്നപ്പോൾ അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് പൗലോസ് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട്
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഉടനെ പൗലോസ് ചോദിച്ചത്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? എന്താ പൗലോസ് അങ്ങനെ ചോദിക്കാൻ കാര്യം? കുറഞ്ഞ പക്ഷം സ്നാനപ്പെടുത്തുമ്പോഴെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം പറഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്നാനമല്ല അവിടെ നടന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ, സ്നാനത്തിൽ തീർച്ചയായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ഉപയോഗിച്ചിരുന്നു. അപ്പോസ്തോലിക കാലത്ത് യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കാത്തവർ ഉണ്ടായിരുന്നതിനാൽ ആ പേരിന് കുറച്ചുകൂടെ പ്രാധാന്യം നൽകി യേശുവിന്റെ നാമത്തെ സ്നാനപ്പെടുത്തിയെന്ന് ചരിത്രം എഴുതിയപ്പോൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്നാനപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിൽ മാത്രമല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയായിരുന്നു. തന്നെയുമല്ല, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയെന്ന് അങ്ങനെ എഴുതാൻ കാര്യം, യോഹന്നാന്റെ സ്നാനം അന്ന് ഉണ്ടായിരുന്നതിനാൽ യോഹന്നാന്റെ സ്നാനവും യേശുവിന്റെ സ്നാനവും തമ്മിൽ വകതിരിച്ച് അറിയേണ്ടതിന് വേണ്ടിയിട്ടാണ് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന് പറവാൻ കാര്യം. ഇനി അടുത്ത്, ആരാണ് സ്നാനമേൽക്കേണ്ടത്? തിരുവചനം പഠിച്ചാൽ ശിശുക്കളെയും മുതിർന്നവരെയും സ്നാനപ്പെടുത്തുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. വിശുദ്ധ ബൈബിളിൽ സ്നാനപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ പരിശോധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-ാം വാക്യം, വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 12-ാം വാക്യം, അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 37-ാം വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചപ്പോൾ സ്നാനം ഏറ്റു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ വചനം കേട്ട് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ സ്നാനമേറ്റു. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 8-ാം വാക്യത്തിൽ കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു. 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എഫെസോസിൽ വിശ്വസിച്ച് ശിഷ്യരായവർ സ്നാനമേറ്റു. ഈ ഭാഗങ്ങളിലെല്ലാം വിശ്വാസത്തിന് അനന്തരമായിട്ടാണ് സ്നാനം നടന്നിട്ടുള്ളത്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് 11 അപ്പോസ്തലന്മാരോട് നിന്ന് പറഞ്ഞ പ്രസംഗം നമുക്കറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് ആ പ്രസംഗമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ സ്വർഗസ്ഥലങ്ങളിൽ പോവുകയാണ്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ അവർ കാത്തിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഏകദേശം 120 പേർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ അവരുടെ മേൽ ദൈവം തന്റെ ആത്മാവിനെ അയച്ചു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. അന്ന് യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒച്ച കേട്ടുകൊണ്ട് ആ ദേവാലയത്തിന് ആളുകളെല്ലാം ഓടി ഇവിടെ വന്നു. അപ്പോൾ 120 പേര് വീഞ്ഞ് കുടിച്ച് മത്തരായിരിക്കുന്ന അതേ രീതിയിൽ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവരിങ്ങനെ സന്തോഷിച്ച് ആർക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. വന്നവർ ചിലർ പറഞ്ഞു, ഇവര് വീഞ്ഞു കുടിച്ചതാന്ന് പറഞ്ഞു. പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ വീഞ്ഞൊന്നും കുടിച്ചതല്ല, ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ അയച്ചതാണ്. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങൾ സാക്ഷികളാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. പ്രസംഗം കേട്ട് അവിടെ ഉള്ളത്തിൽ കുത്തുകൊണ്ടു. അവർ ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. അപ്പോൾ സ്നാനത്തിന് മുൻപ് ഒരാൾ ഈ നടക്കേണ്ട ഒരു പ്രക്രിയയാണ് മാനസാന്തരം. ആര് സ്നാനപ്പെടണം? മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെടണം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയാവുന്ന ഷണ്ണൻ യെരുശലേം ദൈവാലയത്തിൽ വന്ന്
ജാതികളുടെ പ്രാകാരത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ച് തിരിച്ചു പോകുമ്പോൾ മരുഭൂമിയിൽ കൂടെയുള്ള ദീർഘദൂരമാകുന്ന യാത്രയാണ്. അവനിങ്ങനെ പോകുമ്പോൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വായിച്ചുകൊണ്ടാണ് പോയത്. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ആ ഗസക്കുള്ള ആ നിർജ്ജന പ്രദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് പോയപ്പോൾ ഇവൻ രഥത്തിലിരുന്ന് പുസ്തകം വായിക്കുകയാണ്. ഈ ദൈവദാസൻ ചോദിച്ചു, നീ വായിക്കുന്നതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ ഷണ്ണൻ പറഞ്ഞു, ഈ വലിയ മന്ത്രിയായിരിക്കുന്ന ഷണ്ണൻ പറഞ്ഞു, പൊരുള് തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കുന്നു പറഞ്ഞു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം യേശുവിന്റെ കഷ്ടാനുഭവത്തെ മുൻകണ്ടുകൊണ്ട് പ്രവാചകൻ പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. പുസ്തകത്തിലെ ഒരു അധ്യായമാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. യേശുവിന്റെ കഷ്ടാനുഭവമാണ്. ഫിലിപ്പോസ് രഥത്തിൽ കയറിയിരുന്ന ഈ വചനം ആസ്പദമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവനോട് അറിയിച്ചു. സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ സ്നാനവും തീർച്ചയായും പരാമർശിക്കപ്പെട്ടു. വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്താ വിരോധം? ഉടനെ അവനെ സ്നാനപ്പെടുത്തിയില്ല. ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. തേർ നിർത്തി ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവിടെ സ്നാനത്തിന് മുൻപായി വിശ്വസിക്കുന്നുവെന്ന് ചോദിച്ച് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞപ്പോഴാണ് സ്നാനം നടത്തിയത്. കൈസരിയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരിലൊരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. നോക്കുക, ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു കൊർന്നല്യോസ്. എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിലെ 13-14 വാക്യം വായിക്കുമ്പോൾ എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ലായിരുന്നു എന്ന് കാണും. ദൈവം ദർശനത്തിൽ അവനോട് പറഞ്ഞു, നീ പത്രോസിനെ വിളിച്ചോണ്ട് വന്ന നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടേണ്ട വാക്കുകളെ അവൻ പറയുമെന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിനെ വിളിച്ചോണ്ട് വന്നു. പത്രോസ് യേശുവിന്റെ നാമത്തിൽ ലഭിക്കുന്ന പാപമോചനം വിശ്വാസത്താൽ പ്രാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ കൊർന്നല്യോസ് അത് വിശ്വസിച്ചു. തന്നെയുമല്ല, പെന്തക്കോസ്ത് നാളിൽ 120 പേരുടെ മേൽ പകർന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേലും ഭാരപ്പെടുകയും അവരാത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു. ആത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് പത്രോസ് അവരെ സ്നാനപ്പെടുത്തി. അവിടെയും സ്നാനം നടന്നത് യേശുവിലുള്ള വിശ്വാസവും അനന്തരമായി അവർ ആത്മാവും പ്രാപിച്ചവരെയാണ് അവിടെ സ്നാനപ്പെടുത്തിയത്. ചിലർ പഠിപ്പിക്കാറുണ്ട്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, യോഹന്നാന്റെ പിന്നാലെ വരുന്ന യേശു ആത്മാവിൽ സ്നാനം കഴിപ്പിക്കും, അതുകൊണ്ട് ഇനിയും വെള്ളത്താലുള്ള സ്നാനത്തിന്റെ ആവശ്യമില്ല, പരിശുദ്ധാത്മാവിനുള്ള സ്നാനം മാത്രം മതി എന്ന് ചിലർ പറയാറുണ്ട്. അത് തെറ്റാണ്. കൊർന്നല്യോസിന്റെ വീട്ടിലുള്ളവർ ജലസ്നാനം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചവരാണ്. അവിടെ പത്രോസ് പറഞ്ഞത്, പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച ഇവരെ സ്നാനം കഴിപ്പിക്കായ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? ആത്മസ്നാനം പ്രാപിച്ചതുകൊണ്ട് പിന്നെ ജലസ്നാനം വേണ്ട എന്നുണ്ടായിരുന്നു എങ്കിൽ ആദ്യമേ അപ്പോസ്തലന്മാർ കൊർന്നല്യോസിനെയും കുടുംബക്കാരെ സ്നാനപ്പെടുത്തുകയില്ലായിരുന്നു. എന്നാൽ ആത്മാവ് പ്രാപിച്ച അവരെ പെട്ടെന്ന് തന്നെ സ്നാനപ്പെടുത്തിയതായിട്ടാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. ആത്മാവിനെ പ്രാപിപ്പാൻ ദൈവവചനത്തിൽ വെച്ചെങ്ങനെ വ്യവസ്ഥ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. എന്നാൽ ചിലർക്ക് ഇന്നും ആദിമകാലത്തും ദൈവത്തിന് പ്രത്യേകമാകുന്ന കൃപയാൽ സ്നാനത്തിന് മുൻപ് ദൈവാത്മാവിനെ ദൈവം നൽകിക്കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ പ്രത്യേക കാര്യപരിപാടിയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ
ഒരാൾ സ്നാനപ്പെടുന്നതിന് മുൻപ് അവൻ പ്രാപിച്ച ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാകുന്നു എങ്കിൽ അവൻ തീർച്ചയായും സ്നാനപ്പെട്ടിരിക്കും. എന്താ തെളിവ്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് കാണിക്കുന്നു. അപ്പോൾ ഒരാൾ പ്രാപിച്ച ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണെങ്കിൽ സകല സത്യത്തിലും വഴി നടത്തും. ദൈവത്തിന്റെ വചനം സത്യമാകുന്നു എന്ന് വായിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സത്യമാകുന്നത് കൊണ്ട് ഒരാൾ പ്രാപിച്ച ആത്മാവ് ദൈവാത്മാവാണെങ്കിൽ അവനെ ദൈവീയ സത്യമാകുന്ന സ്ഥാനത്തിലേക്ക് നടത്തുമെന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം ഒരാൾ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യപടിയായി അവൻ വിശ്വസിച്ച സ്നാനപ്പെട്ടുവെന്നാണ് എന്റെ അർത്ഥം. എന്താണ് സുവിശേഷം? പൗലോസ് അതിനെക്കുറിച്ച് കൊടുക്കുന്ന നിർവചനം ഇങ്ങനെയാണ്. 2 തിമോഥെയോസ് 2:8 ഇങ്ങനെ വായിക്കുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷത്തിൽ ജനനമുണ്ട്, മരണമുണ്ട്, അടക്കമുണ്ട്, ഉയർപ്പുണ്ട്. പീലിപ്പോസ് ഷണ്ണനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോഴാണ് ഷണ്ണൻ സ്നാനമേറ്റത്. അപ്പൊ സുവിശേഷം ഒരാളോട് പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും അവനോട് നിശ്ചയമായി പറഞ്ഞിരിക്കണം. ഇന്ന് പലരും അത് ചെയ്യുന്നില്ല. പൂർണ്ണ സുവിശേഷം ഒരാളോട് അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് രക്ഷയും സ്നാനവും ഉൾക്കൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി എന്താണ് സ്നാനത്തിന്റെ അർത്ഥം? റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യവും ചേർത്ത് വായിക്കുമ്പോൾ കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയാകേണ്ടതിന് വേണ്ടി ഞാൻ അവനോടുകൂടെ മരിച്ച് അടക്കപ്പെടുകയും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്നതാണ് സ്നാനത്തിന്റെ അർത്ഥം. ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയിൽ പാപസംബന്ധമായ ഒരു മരണം നടക്കുന്നു. പഴയ മനുഷ്യൻ മരിച്ചു. മരിച്ചാൽ ഡെഡ് ബോഡി അടക്കണം. ആ അടക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം. യേശുവിനെ കല്ലറയ്ക്ക് പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. 3-ാം നാൾ അവർ ഉയർത്തെഴുന്നേറ്റു. സ്നാനത്തിൽ വെള്ളത്തിൽ അടക്കുക മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ അവൻ ജീവന്റെ പുടുക്കത്തിൽ നടക്കേണ്ടതിന് യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് സ്നാനത്തിന്റെ അർത്ഥം. എന്തിനു വേണ്ടി വേണം സ്നാനം ഏൽക്കേണ്ടത്? റോമാലേഖനം 6:3, ഗലാത്യ ലേഖനം 3:27 അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. ആര് സ്നാനമേൽക്കണം? യേശുവിനോട് ചേരുവാൻ. 2 ശക്തികളാണ്. 1 ദൈവിക ശക്തി, 2 സാത്താന്യ ശക്തി. യേശുവിന്റെ പക്ഷത്തല്ലാത്തവൻ സാത്താന്റെ പക്ഷത്താണ്. നീ ആരുടെ പക്ഷത്താണ്? യേശുവിന്റെ പക്ഷത്തോ? യേശുവിന്റെ പക്ഷത്ത് ചേരുവാൻ ആഗ്രഹിക്കുന്ന ഒരാള് യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണമെന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പൊ എന്തുകൊണ്ട് സ്നാനമേൽക്കണം? 1, നിനക്ക് യേശുവിനോട് ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നിനക്ക് യേശുവിനോട് ചേരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നീ സ്നാനമേൽക്കണം. 2, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. എന്തിനാ സ്നാനമേൽക്കുന്നത്? യേശുവിനെ നാം ധരിക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം. ഒരാൾ പോലീസിൽ ചേരുവാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടി, എന്നാൽ അവൻ യൂണിഫോം ധരിച്ചേ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടവൻ യേശുവിനെ പരസ്യമായി ധരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിശ്വാസ സ്നാനം. 1 പത്രോസ് 3:21 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സ്നാനമേൽക്കുന്നത്. നിനക്ക് നിന്റെ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയ്ക്ക് വേണ്ടി തീർച്ചയായും നീ സ്നാനമേറ്റിരിക്കണം. 4
1 യോഹന്നാൻ 5:3 ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയാണ് ദൈവത്തോടുള്ള സ്നേഹം. യോഹന്നാൻ 14:21 ഇങ്ങനെ വായിക്കുന്നു, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്. കർത്താവിന്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവൻ കർത്താവിനെ സ്നേഹിക്കുന്നവനാണ്. എന്തിനാ നീ സ്ഥാനമേൽക്കണം? യേശുവിനോടുള്ള സ്നേഹം നീ പ്രദർശിപ്പിക്കുവാൻ. യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായും നീ സ്ഥാനപ്പെടും. യേശുവിനോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ എവിടെയാണ്? വിശ്വാസാന്തരമായിട്ടുള്ള സ്ഥാനം. 5, ആരാധനക്കാരന്റെ യോഗ്യതയിൽ ഒന്നാണ് സ്ഥാനം. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞു. പെസഹ കുഞ്ഞാന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ജനം ആരാധന തുടങ്ങിയില്ല. ആരാധന തുടങ്ങിയത് ചെങ്കടൽ കടന്ന് സ്നാനപ്പെട്ട് അക്കരെ മരുഭൂമിയിൽ കയറിയപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആരാധന ആരംഭിച്ചത് അവിടെ തൊട്ടാണ്. ആരാധനക്കാരന്റെ കുറഞ്ഞ യോഗ്യതയിൽ 2 എണ്ണമാണ്. അവൻ യേശുവിന്റെ ചോരയാൽ ശുദ്ധീകരണം പ്രാപിച്ചവനും സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നവനുമായിരിക്കണം. എന്തിനു നീ സ്ഥാനമേൽക്കണം? ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരുക്കത്തിലൊരു കാര്യം കൂടെയാണ് സ്നാനം. 6 അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവർ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നു. കർത്താവിന്റെ തിരുവത്താഴത്തിൽ നീ യോഗ്യനായി തീരണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു എങ്കിൽ മാത്രമേ. അനേക യോഗ്യതകളുണ്ട് കർത്താവിന്റെ മേശയെടുക്കുവാൻ. അതിൽ ഒരു യോഗ്യതയുടെയാണ് സ്നാനം ഏൽക്കുക എന്നുള്ളത്. ഇനി സ്നാന രീതി എങ്ങനെയായിരിക്കണം സ്നാനമേൽക്കേണ്ടത്? സ്നാനത്തിന് മൂലഭാഷയിൽ ഗ്രീക്കിൽ ബാപ്റ്റൈസോ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഇതര ഭാഷകൾ പരിശോധിച്ചാലും സ്നാനത്തിന് മുക്കുക, മുഴുകുക, നിമജ്ജിക്കുക ആദിയായ അർത്ഥങ്ങൾ വരുന്ന പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്നാനത്തിന്റെ അർത്ഥം തന്നെ കർത്താവിനോടുകൂടി അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ. ഒരാൾ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക, ആ ആളിനെ മണ്ണിന്റെ മേളിൽ കൊണ്ടുവച്ച് അവിടെ വന്നവരെല്ലാം കൂടി ഓരോ പിടി മണ്ണ് വാരി ആ ശവത്തിന് പുറത്തിട്ടിട്ടിങ്ങ് പോരുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ഒരിക്കലും നാം അത് ചെയ്യത്തില്ല. ശവം പൂർണ്ണമായി മണ്ണിനടിയിൽ നമ്മൾ അടക്കും. അതുപോലെ സ്നാനം ഒരടക്ക ശുശ്രൂഷയാകുന്നതിനാൽ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിയായിരിക്കണം സ്നാനമേൽക്കേണ്ടത്. പാപസംബന്ധമായി ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ആ ആളി പാപസംബന്ധമായ ഒരു മരണം നടക്കുന്നു. പാപസംബന്ധമായി മരിച്ച ഇന്നാരെ വെള്ളമാകുന്ന സെമിത്തേരിയിൽ കർത്താവ് മരിച്ച് അടക്കപ്പെട്ടതുപോലെ ഞാനും മരിച്ച് അടക്കപ്പെടുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് സ്നാനത്തിന്റെ അർത്ഥം. അപ്പോൾ വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ പോലും ആദ്യമേ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് ബെഥാന്യയിലായിരുന്നു. യോഹന്നാൻ 1:28 നാം അങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെയാണ് യേശുവും യോർദാൻ നദിയിൽ വന്ന് സ്നാനമേറ്റത്. എന്നാൽ യോഹന്നാൻ 3:23 പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാനം ബദ്ബാറയിൽ നിന്ന് ഐരോനിലേക്ക് മാറ്റി. ഇംഗ്ലീഷ് ബൈബിളിലൂടെ വായിക്കുമ്പോൾ എന്തുകൊണ്ടെന്നാൽ അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. വെള്ളം കോരി ഒഴിച്ചൊരു ശുശ്രൂഷയാണെങ്കിൽ തീർച്ചയായും വളരെ വെള്ളത്തിന്റെ ആവശ്യമില്ല. വളരെ വെള്ളത്തിന്റെ ആവശ്യം തീർച്ചയായും വെള്ളത്തിൽ മുങ്ങിയുള്ള വിശ്വാസ സ്നാനം തന്നെ ആയിരിക്കണം. വെള്ളം കോരി ഒഴിക്കലോ തളിക്കലോ ആണെങ്കിൽ നദിയിൽ ഇറങ്ങേണ്ട കാര്യം പോലുമില്ല. ഒരു പാത്രത്തിൽ വെള്ളം കരയ്ക്ക് കോരി വെച്ചും ആ കാര്യം ചെയ്യാം. എന്താണ് വിശ്വാസസ്ഥാനത്തിന്റെ മാതൃക? സ്നാനപ്പെടുവാൻ പോകുന്ന വ്യക്തികളോട് ചോദിക്കണം, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ എന്ന്.
വിശ്വസിക്കുന്നു എന്ന് അവരവരുടെ വായാൽ പറയുന്നു എങ്കിൽ അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തണം. അതാണ് അപ്പോസ്തോലിയന്മാര് ആരംഭകാലങ്ങളിൽ നടത്തിയതും കർത്താവ് കൽപ്പിച്ചതും. ഇന്നും ലോകത്തിന്റെ 5 വൻകരയിലും സ്നാനപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനോടും അവന്റെ സഭയോടും ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇതാ വിശ്വാസ സ്നാനം നടത്തിയ ഒരു മാതൃക നിങ്ങൾ കാണുക. ഇന്നേ 1900 വർഷങ്ങൾക്ക് മുൻപ് ആദാമ്യ വർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിനായി സ്വർഗാമഹിമോന്നതങ്ങളിൽ നിന്നായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനും ഗെരസമനാ തോട്ടം മുതൽ ഗോൽഗോത്ത കുന്നുവരെ നമുക്ക് വേണ്ടി പങ്കപ്പാടുകളേറ്റവനും നമ്മുടെ വീണ്ടെടുപ്പിനായി കാൽവരി ക്രൂശിൽ മരിച്ചവനും നമ്മുടെ നീതീകരണത്തിനായി റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട് 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റവനും നമ്മുടെ വിശുദ്ധീകരണത്തിനായി വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പിതാവിങ്കിൽ നിന്ന് വാങ്ങി നമുക്ക് അയച്ചു തന്നവനും നമ്മുടെ തേജസ്കരണത്തിനായി പാപം കൂടാതെ ആകാശമേഘങ്ങളിൽ ഇനി എത്രയും വേഗം വെളിപ്പെടുവാനിരിക്കുന്നവനുമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ എന്റെ ബ്രദർ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്നുള്ള വാമടി പേരും വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തേണ്ടതെന്നുള്ള കർത്താവിന്റെ കൽപ്പനയിന്മേലും ഞാൻ ബ്രദറിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്ഥാനപ്പെടുത്തുന്നു. ഓട്ടം തികച്ച് വിശ്വാസം കാത്തുകൊള്ളുക, എന്നാൽ നീതിയുടെ കിരീടം ലഭിക്കും. ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗമഹിമോന്നതങ്ങളെ വെടിഞ്ഞ് ഇന്ന് 1900 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ വന്നവനും മഹാപുരോഹിതന്മാരായിരിക്കുന്ന കാലത്ത് ഗെരസമനാ തോട്ടം മുതൽ ഗോൽഗോത്ത കുന്നുവരെ തിരിച്ചും മറിച്ചും തിരിച്ചും നമുക്ക് വേണ്ടി പങ്കപ്പാടുകളേറ്റവനും നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിൽ ആകാശനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി തന്ന ജീവനെ തന്നവനും നമ്മുടെ നീതീകരണത്തിനായി 3-ാം ദിവസി റോമ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട് ശക്തിയോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനും 40 നാൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കുകയും പിതാവിന്റെ വലഭാഗെ കരയേറിപ്പോയി വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് വാങ്ങി നമുക്ക് അയച്ചു തന്നവനും നമ്മുടെ തേജസ്കരണത്തിനായി ഇനി എത്രയും വേഗം ആകാശമേഘങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ സിസ്റ്റർ ജെസ്സി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെന്നുള്ള വാമടി പേരും വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തുകയാണെന്നുള്ള കർത്താവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്ഥാനപ്പെടുത്തുന്നു. ജീവപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ ജീവകിരീടം ലഭിക്കും. ഇപ്രകാരം വെള്ളത്തിൽ മുങ്ങി വേണം വിശ്വാസ സ്നാനം സ്വീകരിക്കേണ്ടത്. യേശുവിന്റെ സ്നാനത്തിലും യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി എന്ന് മത്തായി 3:16 നാം വായിക്കുന്നു. റോമൻ കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളിൽ യേശു വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, കോരാട്ട് മാത്തൽമൽപ്പാൻ അവരുടെ പുതിയ നിയമ ഭാഷാന്തരത്തിൽ അപ്പോസ്തോലിക കാലത്തെ സ്നാന രീതി മുങ്ങിയായിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ട് വരെ, അപ്പോസ്തോലിക കാലം മുതൽ 3-ാം നൂറ്റാണ്ട് വരെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെയാണ് വിശ്വാസസ്നാനം നടത്തിയത്. എന്നാൽ 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ജാതികളിൽ പലർ മനം മാറ്റമുണ്ടാകാതെ മനം മാറി ക്രിസ്തീയ സഭയിൽ വന്നതിനാൽ ക്രിസ്തീയ സഭയുടെ ആചാരങ്ങൾ മാറ്റിയെഴുതപ്പെടുവാനിടയായി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന സ്നാനങ്ങൾ, ശിശുസ്നാനം, തളിക്കലും കോരിയൊഴിക്കലും മറ്റുമായി അങ്ങ് മാറ്റപ്പെടുവാനിടയായത്. എന്നാൽ ദൈവപ്രകാരമുള്ള സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ള വിശ്വാസ സ്നാനമാണ്. യേശു യോർദാൻ നദിയിൽ ഗലീലയിൽ നിന്ന് ഏകദേശം 70 മൈലോളം സഞ്ചരിച്ച് ചെന്ന് നമുക്ക് വേണ്ടി മാതൃക കാണിച്ചു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 35 മുതൽ 40 വരെ മുമ്പേ ഞാൻ പറഞ്ഞ വേദഭാഗങ്ങൾ, ഷണ്ഡനും ഫിലിപ്പോസും കൂടെ രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഷണ്ഡൻ പറഞ്ഞു, ഇതാ വെള്ളം. നിങ്ങൾ അവിടുത്തെ പരിസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മരുഭൂമിയിൽ കൂടെയുള്ള ദീർഘദൂരത്തെ യാത്രയാണ്. അവിടെ പോയിരിക്കുന്ന ദൈവദാസൻ ഫിലിപ്പോസിനോട് ഇങ്ങനെ സ്നാനം നടക്കണമെന്ന് എനിക്കറിയത്തില്ല,
ദൈവാത്മാവ് പറഞ്ഞു രഥത്തോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. തനിക്ക് വേറെ വസ്ത്രം പോലും തന്റെ കയ്യിലില്ല. രഥത്തെ കയറുന്ന സുവിശേഷം പറഞ്ഞു. അപ്പൊ ഷണ്ഡൻ പറഞ്ഞു സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഈ മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ തീർച്ചയായും ജലത്തിൽ കുടിക്കുവാനും ആ വാഹന മൃഗത്തിന് കുടിക്കുവാനുള്ള വെള്ളം, മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന മൃഗം ഒട്ടകമാണല്ലോ, വെള്ളം തീർച്ചയായും ജലത്തിലുണ്ട്. ഇതേ ഒരു വലിയ മന്ത്രിയല്ലേ, മന്ത്രിയുടെ വസ്ത്രങ്ങൾ വെള്ളത്തിലിറക്കി നനയ്ക്കണ്ട എന്നങ്ങ് വിചാരിച്ചാൽ ഈ പീലിപ്പോസ് പറഞ്ഞ ദൈവദാസന് വെള്ളം നനഞ്ഞാൽ വേറെ മറുവസ്ത്രമില്ല. അതുകൊണ്ട് എളുപ്പ വഴിക്ക് അവിടെ ഇരിക്കുന്ന പാത്രത്തിലെ വെള്ളമെടുത്ത് ഷണ്ഡന്റെ തലയിൽ ഒഴിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം പെടുത്തുന്നുവെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പീലിപ്പോസും ഷണ്ഡനും മറുവസ്ത്രം ഇല്ലാഞ്ഞിട്ട് പോലും പീലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. കരയ്ക്ക് കയറുമ്പോൾ ഷണ്ഡന് മാറുവാൻ വേറെ വസ്ത്രം കാണും. പീലിപ്പോസ് എന്ന ദൈവദാസന് വേറെ വസ്ത്രമില്ല. ദൈവാത്മാവ് അവനെ കാറ്റെടുത്തുകൊണ്ടങ്ങ് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവന്റെ വസ്ത്രം ഉണങ്ങി കാണും. ഏതായാലും വസ്ത്രം നനഞ്ഞാലും മറുവസ്ത്രം അവിടെ കയ്യിൽ ഇല്ലെങ്കിലും രണ്ടുപേരും സ്ഥാപകനും സ്ഥാനാർത്ഥിയും രണ്ടുപേരും ഒരുപോലെ വെള്ളത്തിലിറങ്ങിയാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. ക്രിസ്തീയ സമൂഹങ്ങളിൽ രക്ഷാസൈന്യവും കൊയ്ക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഒഴിച്ച് ബാക്കിയുള്ള ക്രിസ്തീയ സമൂഹങ്ങളെല്ലാം സ്നാനത്തെ അംഗീകരിക്കുന്നവരാണ്. എന്നാൽ സ്നാനം നടത്തുന്ന രീതി വ്യത്യസ്തമാണെന്ന് മാത്രം. ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നവരാണ്. 66 പുസ്തകമുള്ള വിശുദ്ധ ബൈബിളിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തുവാനോ സ്നാനപ്പെടുത്തിയതായിട്ടോ ഒരു സൂചന പോലും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ചില ക്രൈസ്തവ സഭകൾ പഠിപ്പിക്കുന്നത് മാമോദിസായാൽ പാപമോചനം വീണ്ടും ജനവും നടക്കുന്നുവെന്നാണ് പഠിപ്പിക്കുന്നത്. അതിനവർ തെളിവായിട്ട് പറയുന്നത് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ചെയ്ത പ്രസംഗത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം. വാചകഘടന നോക്കുമ്പോൾ സ്നാനത്താൽ പാപമോചനം ലഭിക്കുമെന്ന് വ്യാഖ്യാനിക്കാവുന്ന ഭാഷാപ്രയോഗമാണ് അത്. ഇന്ത്യയിൽ ഹിന്ദുക്കൾ പോലും പാപമോചനത്തിന് ഗംഗയിലും പമ്പയിലും മറ്റ് പുണ്യസ്ഥലങ്ങളിലും പോയി സ്നാനമേൽക്കാറുണ്ട്. ക്രിസ്തീയ സഭകൾ ചിലതവരുടെ വിശ്വാസ പ്രമാണമായി ഏറ്റുചൊല്ലുമ്പോൾ പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവർ ഏറ്റുചൊല്ലാറുണ്ട്. എന്നാൽ ആ ഭാഗം ശരിയായി പഠിക്കാഞ്ഞതിനാലാണ് അങ്ങനെ തെറ്റുവരുവാനിടയായിത്തീർന്നത്. ആ ഭാഗം ശരിയായി പഠിക്കുമ്പോൾ സ്നാനത്താലല്ല പാപമോചനം നടക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലെ 19-ാം വാക്യത്തിൽ പത്രോസ് അതിന് വിശദീകരണം കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞ് കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീനെന്ന് കാണുന്നു. തന്നെയുമല്ല, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 28-ാം വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിലായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ എന്നാണ്. അപ്പോൾ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമെന്നല്ല, പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. പാപമോചനം ലഭിക്കുന്നത് മാനസാന്തരപ്പെടുന്നതിനാലാണ് എന്ന് പത്രോസ് അതിന് വിശദീകരണം കൊടുക്കുന്നു. ആകയാൽ മാനസാന്തരത്താൽ പാപമോചനം ലഭിച്ചവർ വേണം സ്നാനമേൽക്കേണ്ടത്. സ്നാനത്താൽ അല്ല പാപമോചനം, മാനസാന്തരത്താൽ പാപമോചനം നടക്കും. അങ്ങനെ മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ചവർ സ്നാനമേൽക്കണം. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസുടെ അനന്യാസം എന്ന് പറയുന്നത് ഇനി താമസിക്കുന്നത് എന്താ? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. അവിടെയും സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളക എന്നുള്ള പദപ്രയോഗം കാണുന്നതിനാൽ സ്നാനത്താലാണ് പാപങ്ങളെ കഴുകിക്കളയുന്നതെന്ന് ചിലർ വിചാരിക്കുന്നു. അല്ല,
ഒരു വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വാക്യത്തിൽ നിന്നല്ല ചിന്തിക്കേണ്ടത്, അതിനോട് ചേർന്നുള്ള മറ്റു വാക്യങ്ങൾ കൂടെ കൊണ്ടുവേണം നമ്മൾ ആ വാക്യം പഠിക്കേണ്ടത്. 10-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 43-ാം വാക്യത്തിൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ പാപമോചനം ലഭിക്കുന്നത് കർത്താവായ യേശുവിന്റെ നാമം മൂലം, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പാപമോചനം ലഭിക്കും. അനന്യാസ് പൗലോസോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച്. അപ്പോൾ പൗലോസ് ഡെമസ്കോസിന്റെ വഴിവാലിക്കൽ വെച്ച് ദൈവ സന്ദർശനം ഉണ്ടായി. സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം തന്നെ മേൽ ചുറ്റി മിന്നി. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കണമെന്ന് കർത്താവ് ചോദിച്ചു. ഉടനെ അവൻ ചോദിച്ചു, കർത്താവേ നീ ആരാകുന്നു? ഉടനെ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശു ആകുന്നു ഞാൻ. അടുത്ത് പൗലോസ് ചോദിക്കാണ്, ഞാൻ ഇനി എന്തോ ചെയ്യണം? നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. നോക്കിക്കോ, അവന്റെ നാമത്തെ അപേക്ഷിച്ചപ്പോൾ തന്നെ പൗലോസിന്റെ പാപങ്ങളെ ദൈവം മോചിച്ചു കൊടുത്തു. നാമത്തെ വിളിച്ചതിനാൽ പാപമോചനം കിട്ടി. അങ്ങനെ നാമത്തെ വിളിച്ച് പാപമോചനം കിട്ടിയ അവനോടാണ് സ്നാനമേൽക്കുവാൻ അവിടെ ആവശ്യപ്പെടുന്നത്. അല്ലാതെ സ്നാനത്താലല്ല പാപം കഴുകിക്കളയുന്നത്. പ്രത്യുത പാപം ഏറ്റുപറഞ്ഞ് നാമം വിളിച്ചപേക്ഷിച്ചപ്പോഴാണ് പാപമോചനം കിട്ടിയത്. പാപമോചനം കിട്ടിയ അവൻ രണ്ടാമത് സ്നാനമേറ്റു എന്ന് നാം ദൈവത്തിൽ കൂടെ വായിക്കുന്നു. സ്നാനത്താൽ പാപമോചനം കിട്ടുമെങ്കിൽ ഒരു കഴിക്കുന്ന പാവയ്ക്ക നമ്മൾ മുക്കിയിട്ട് വന്ന് മെടുക്കോട്ട് വെച്ച് നോക്കിക്ക്, പാവയ്ക്ക കഴിക്കും. സ്നാനത്താൽ പാവയ്ക്കായുടെ കയ്പ് മാറത്തില്ല. ഒരാളെ വെള്ളത്തിൽ മുക്കിയാൽ എങ്ങനെ പാപമോചനം നടക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ യേശു ഒന്ന് മരിക്കേണ്ട കാര്യമില്ല. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും വെള്ളത്തിൽ മുക്കിയാൽ പാപമോചനം നടക്കും. തിരുവചനം എന്ന് പറയുന്നു, അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യമുള്ളത്. കൂടാതെ യോഹന്നാൻ 3:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കി ചിലർ പറയാറുണ്ട്, സ്നാനത്താൽ വീണ്ടും ജനനം നടക്കുന്നു എന്ന്. കർത്താവ് നിക്കോദിമോസോട് പറഞ്ഞപ്പോൾ പറയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താൽ ആത്മാവിന് ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന ഭാഗത്ത് വായിക്കും. അവിടെ വെള്ളമെന്ന് പറഞ്ഞേക്കുന്നത് സ്നാനമെന്ന് കണക്കാക്കി വീണ്ടും ജനനം നടക്കണമെങ്കിൽ ഒരാൾ വീണ്ടും ജനിക്കുന്നത് സ്നാനത്താലും പരിശുദ്ധാത്മാവിനാലുമാണെന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. എന്നാൽ തിരുവചനം പഠിച്ചാൽ മറ്റൊരിടത്ത് പോലും സ്നാനത്താൽ വീണ്ടും ജനനം നടക്കുമെന്ന് തിരുവചനം പറയുന്നില്ല. അവിടെ വാട്ടർ എന്നാണ് കൊടുത്തേക്കുന്നത്, വെള്ളം. സ്നാനമായിരുന്നുവെങ്കിൽ ബാപ്റ്റിസം എന്ന് കൊടുക്കണമായിരുന്നു. വെള്ളത്തെക്കുറിച്ച് ദൈവവചനം വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ ഇംഗ്ലീഷിലും ഇതര ഭാഷകളിലും വായിച്ചാൽ അവൻ അവളെ വെള്ളത്താൽ വചനത്താൽ തന്നെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് കാണും. അപ്പോൾ കർത്താവ് ഒരാളെ കഴുകി വിശുദ്ധീകരിക്കുന്നത് വെള്ളത്താൽ വചനത്താൽ. വെള്ളമാകുന്ന വചനം, വചനത്തെ വെള്ളത്തോട് ഉപയോഗിച്ച് ദൈവവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ നടക്കുന്നത് എങ്ങനെയാണ്? ദൈവവചനമാകുന്ന വെള്ളത്താലും ആത്മാവിനാലുമാണ് വീണ്ടും ഞാൻ നടക്കുന്നത്. അവിടെ കൊണ്ട് മാത്രമായില്ല, പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ 1 പത്രോസ് 1:23 ഇങ്ങനെ പറയുന്നു, കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമാകുന്ന ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനിക്കുന്നത് സ്നാനത്താലല്ല. ഒരാൾ വീണ്ടും ജനിക്കുന്നത് ദൈവവചനത്താലാണ്. യാക്കോബ് അപ്പോസ്തലനും തന്റെ ലേഖനത്തിൽ യാക്കോബ് 1:18 സത്യത്തിന് വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഒരാൾ വീണ്ടും ജനനം നടക്കുന്നത്, ആ വീണ്ടും ജനനം എന്ന പ്രക്രിയ നടക്കുന്നത് ദൈവവചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലുമാണ്. ഒരു തെളിവൂടെ തന്നെ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 1 കൊരിന്ത്യർ 4:15 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് എന്ന് വായിക്കുന്നു. അപ്പൊ കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ
പൗലോസിന്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ വന്നവരാണ്. വീണ്ടും ജന്മത്തിന് സ്നാനം അത്യന്താപേക്ഷിതമാണെങ്കിൽ കൊരിന്ത്യരിലുള്ള അത്രയും പേരെയും പൗലോസ് സ്നാനപ്പെടുത്തിയിരിക്കണം. താൻ പറയുന്നത് ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 1:14-15 ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്മോസിനെയും ഗായോസിനെയും ഒഴികെ മറ്റാരെയും ഞാൻ കൊരിന്തിൽ സ്നാനപ്പെടുത്തിയില്ല എന്നാണ് പറയുന്നത്. സ്നാനത്താലാണ് വീണ്ടും ജനനം നടന്നിരുന്നു എങ്കിൽ പൗലോസ് കൊരിന്ത്യ സഭയിലെ അത്രയും പേരെയും സ്നാനപ്പെടുത്തണമായിരുന്നു. എന്നാൽ സ്നാനത്താൽ അല്ല വീണ്ടും ജനനം നടക്കുന്നത്, പ്രത്യുത ദൈവവചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലുമാണ് വീണ്ടും ജനനം നടക്കുന്നത്. ശിശുക്കളെ സ്നാനപ്പെടുത്തുന്ന ക്രിസ്തീയ സഭകൾ നടത്തുന്ന ശുശ്രൂഷ ശ്രദ്ധിച്ചു പഠിച്ചാൽ ശിശുവിന് പകരമായി ഒരു തലത്തൊട്ടപ്പൻ ശിശുവിന്റെ പേരിൽ ദൈവത്തോട് പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. ആ ശുശ്രൂഷയിൽ തന്നെ ദൈവമുൻപാകെ ആ തലത്തൊട്ടപ്പൻ വ്യാജമാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മത്തായി ആകുന്ന തലത്തൊട്ടപ്പൻ ചാക്കോ ആകുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മത്തായി പറയുന്നത്, ചാക്കോ ആകുന്ന ഞാൻ പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ഉപേക്ഷിക്കുന്നു. അടുത്തു പറയും, ചാക്കോ ആകുന്ന ഞാൻ മശിഹായെ സ്വീകരിക്കുന്നു. കുഞ്ഞിന്റെ പേര് ഈ തലത്തൊട്ടപ്പൻ എടുത്തുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇന്നാരാണ്. ദൈവനം പഠിക്കുമ്പോൾ പേര് മാറ്റി പറഞ്ഞ ഒരാളെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഗോത്രപിതാവാകുന്ന യാക്കോബ്. കണ്ണ് കാണാൻ വയ്യാത്ത അപ്പന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഇത് നിന്റെ മൂത്ത മകനാകുന്ന ഏശാവ് എന്ന് പറയും. നമ്മൾ ആ ഭാഗം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: കണ്ണ് കാണാൻ വയ്യാത്ത അപ്പന്റെ മുമ്പിൽ യാക്കോബ് ചെന്ന് പേര് മാറ്റി പറഞ്ഞ് ജ്യേഷ്ഠന്റെ വസ്ത്രം ഇട്ടുകൊണ്ട് ചെന്ന് കബളിപ്പിച്ചു എന്നാണ് നാം പറയുന്നത്. അപ്പൊ ഒരാള് മറ്റൊരാളുടെ പേര് മാറ്റി പറയുന്നതിനെ കബളിപ്പിക്കുക എന്നാണ് നാം പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അഗ്നിജാലക്കൊത്ത കണ്ണുകളോടുകൂടിയ കർത്താവിന്റെ മുമ്പിലല്ലേ ആ കുഞ്ഞിന്റെ പേര് ഈ തലത്തൊട്ടപ്പൻ പറയുന്നത്? അത് ദൈവൻഭാഗ തെറ്റും കുറ്റകരവുമാണെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കണം. തന്നെയുമല്ല, പിശാചിനെ ഉപേക്ഷിക്കുന്നു, അവന്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന പല തലതൊട്ടപ്പന്മാരുടെയും ജീവിതത്തിൽ, ഏറിയ പങ്ക് പല ചിലരുടെ ജീവിതത്തിൽ അവരിന്നും മദ്യത്തിന് അടിമയും സാത്താന്റെ വടിയിൽ പോകുന്നവരുമാണ്. അവരിന്നും രക്ഷിക്കപ്പെട്ടവരല്ല. രക്ഷിക്കപ്പെടാത്ത പല തലതൊട്ടപ്പന്മാരാണ് കുഞ്ഞിനു വേണ്ടി യേശുവിനെ സ്വീകരിക്കുകയും പിശാചിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. അതെന്ത് വിരോധാഭാസമാണ്! എന്നാൽ അവർ പറയുന്ന വാചകം ശരിയാ. പിശാചിനെയും അവന്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ മശിഹായെ സ്വീകരിപ്പാൻ കഴിയത്തുള്ളൂ. അത് സത്യമാണ്. എന്നാൽ പിശാചിനെ ഒരാൾ ഉപേക്ഷിക്കുന്നത് എപ്പോഴാണ്? അവൻ തിരിച്ചറിവിന് ഗുണദോഷങ്ങളെ അറിവാൻ അവൻ പ്രായമാകുമ്പോൾ, സാത്താൻ കള്ളനാണെന്നും അവന്റെ പ്രവർത്തികൾ ദോഷമുള്ളതാണെന്നും ഒരാൾക്ക് പൂർണ്ണ ബോധ്യമാകുമ്പോഴായിരിക്കണം അവൻ പിശാചിനെ ഉപേക്ഷിക്കേണ്ടത്. യേശു രക്ഷകനാണെന്നും യേശുവിന്റെ രക്തത്താലാണ് എന്റെ പാപങ്ങളെ മോചിക്കേണ്ടതെന്നും ആരെ എപ്പോ വിശ്വസിക്കുമോ അപ്പോഴേ അവൻ യേശുവിനെ സ്വീകരിപ്പാൻ കഴിയത്തുള്ളൂ. ആ നടന്ന ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞല്ലോ, പിശാചിനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ചു. അപ്പൊ ആ ശുശ്രൂഷ വിളിച്ചു പറയുന്നത്, പിശാചിനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുന്ന ഒരാളെ മാത്രമേ സ്ഥാനപ്പെടുത്താവൂ. അതെപ്പോ നടക്കും? ഒരാള് പ്രായമായി പിശാചിനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുമ്പോൾ മാത്രമേ അവനെ സ്ഥാനപ്പെടുത്താവൂ. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന് മുൻപാകെ നാം ഓരോരുത്തർ നിൽക്കണമെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അന്ന് ഈ കുഞ്ഞിന്
തലത്തൊട്ടപ്പനെ കൂടെ വിളിച്ചുകൊണ്ട് ന്യായവിസ്താരത്തിന് മുൻപാകെ വരുവാൻ പറ്റുമോ? ഒരിക്കലും നടക്കത്തില്ല. ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ് കണക്ക് തീർക്കേണ്ടത്. അപ്പൊ കുഞ്ഞു പറയാ എനിക്കറിയത്തില്ല, എനിക്ക് വരാൻ വേറൊരാൾ ഏറ്റെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒരിക്കലും നടക്കത്തില്ല. ഒരിക്കലും ഒരു വിവാഹം നടത്തിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ വിവാഹം അല്പം ലേറ്റായിട്ടാണ് നടന്നത്. വഴിയില് ട്രാഫിക് പ്രയാസമായിട്ട് വളരെ ലേറ്റായി. എല്ലാവരും വിശന്നു തുടങ്ങി. വിവാഹം നടത്തിയേ പറ്റത്തുള്ളൂ. നടത്തുന്ന ശുശ്രൂഷകൻ വരനോട് ചോദിച്ചു, നിന്റെ വലതുഭാഗത്തേക്ക് ഇവിടെ നിന്റെ ഭാര്യയായിട്ട് എടുപ്പാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ആണുങ്ങളല്ലേ, പെട്ടെന്ന് അങ്ങ് മൂളി. വധുവിനോട് ചോദിച്ചു, നിന്റെ ഇടതുഭാഗത്തേക്ക് ഈ പുരുഷനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവള് മൂളാൻ അല്പം താമസിച്ചേക്ക് അടുത്ത് നിന്ന് ഒരു അമ്മച്ചി അങ്ങ് മൂളി. അമ്മച്ചിയുടെ വിശപ്പുകൊണ്ട് അങ്ങ് മൂളി, പെട്ടെന്ന് നടക്കട്ടെ ചൊല്ലി. ഉടനെ അടുത്ത ഈ സൂഴാൻ പറഞ്ഞു, അമ്മച്ചി മൂളിയിട്ടിട്ട് പോകും, ഇവളാ കെട്ടേണ്ടത്. ഇവള് തന്നെ മൂളേണം. നോക്കുക, സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തി തന്നെയാണ് ഏറ്റു പറഞ്ഞ് വരണ്ട, അവന് പരമായി മറ്റാളല്ല. തിരുവചനം ചോദിക്കുന്നു, അപ്പം പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ? ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുവൻ ഏക്കാൻ പറ്റും? അതിനെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു വിവാഹം നടക്കേണ്ട സമയമായി. പെണ്ണിന് പെട്ടെന്ന് ഒരപകടം പറ്റി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ്. വിവാഹത്തിന് എല്ലാവരും ഓളി വന്നിരിക്കുകയാണ്. സമയമായപ്പോൾ വരനുണ്ട്, വധു ഹോസ്പിറ്റലിലാണ്. എന്തോ ചെയ്യും? ഒന്നേ ഈ വധുവിന്റെ ഒന്നുകിൽ അമ്മച്ചിയോ അല്ലെങ്കിൽ പ്രായമുള്ള ആരെങ്കിലും അമ്മച്ചിമാരെ മുമ്പോട്ട് വന്നിട്ട് പറയുക, പെണ്ണ് ഹോസ്പിറ്റലിലാണല്ലോ, അതുകൊണ്ട് അവക്ക് പകരമായിട്ട് എന്റെ കഴുത്തിലോട്ട് ചെറുക്കം മിന്നു കെട്ടിക്കോളാൻ പറഞ്ഞാൽ കെട്ടിക്കുമോ? നമ്മൾ കെട്ടിക്കത്തില്ല. വിവാഹം നമ്മൾ മാറ്റിവെക്കും. അവൾ വന്നിട്ട് അവളെ കഴുത്തിൽ മാത്രമേ മിന്നു കെട്ടുവാൻ അനുവദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവളെ കൊണ്ടേ കല്യാണം കഴിക്കുവാൻ അനുവദിക്കത്തുള്ളൂ. മിന്നു കെട്ടുകാരൻ ഞാൻ പറഞ്ഞത് ചില ആചാരങ്ങൾ മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ വിവാഹത്തിന് ആ കർമ്മം നടക്കേണ്ട രണ്ടുപേരും അവിടെ വേണം. ഒരക്ഷരീയമാകുന്ന ഒരു മനുഷ്യനോട് അക്ഷരീയമാകുന്ന രീതിയിൽ നടക്കുന്ന ഒരു വിവാഹത്തിന് പോലും വധുവിന്റെ കാര്യം വധു തന്നെ പറയണമെങ്കിൽ നിത്യമണവാളനാകുന്ന കർത്താവിന്റെ മുൻപാകെ അവന്റെ മണവാട്ടിയായിരിക്കേണ്ട നമുക്ക് പകരമായി മറ്റൊരാൾ പറഞ്ഞാൽ നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. ചിലർ പറയുന്ന ഒരു വസ്തുതയുണ്ട്, കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ സ്നാനപ്പെടുത്തിയിടുന്നത് നല്ലതാണ്, പ്രായമാകുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടുള്ളൂ എന്നാണ്. ഇത് പറയുമ്പോൾ ഒരു കഥ എനിക്ക് ഓർമ്മ വരും. പണ്ട് 1-2 പേര് പന്നിയെ വെടിവെക്കുവാനായി പോയി. പന്നിയെ വെടിവെക്കുവാൻ പോയിട്ട് അവര് കുറെ നേരം ഇരുന്നിട്ടും പന്നിയൊന്നും കണ്ടില്ല. അവർ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഒരാള് തോക്കുകൊണ്ട് അവിടെ ഇവിടെ 3-4 വെടിയങ്ങ് വെച്ചു. കൂട്ടുകാരൻ ചോദിച്ചു, എന്താടാ പന്നിയെ കണ്ടിട്ടാണോ വെടിവെച്ചത്? അപ്പോൾ ഇവൻ പറയുക, പന്നിയെ കണ്ടിട്ടൊന്നുമല്ല, ഞാൻ വെടിവെച്ചിട്ടേക്ക് അവന് കൊള്ളുന്നേ കൊണ്ടോട്ടത്. അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല. പന്നിയെ കണ്ടിട്ടാ വെടിവെക്കേണ്ടത്. വെടിവെച്ചിട്ടാ പട്ടി വന്ന് കൊള്ളത്തില്ല. നേരത്തെ സ്നാനപ്പെടുത്തിയിട്ടേക്കുക, പിന്നെ അവൻ ഗുണപ്പെടുന്നെങ്കിൽ ഗുണപ്പെട്ടോട്ട്. അങ്ങനെ ഒരു പദ്ധതി ദൈവവചനത്തിലില്ല. പാപസംബന്ധമായി മരിച്ചവനെ വേണം കുടിച്ചിടേണ്ടത്. പാപസംബന്ധമായി മരിച്ചവനെ, മരിക്കാത്തവനെ കുടിച്ചിടാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലർ ചെയ്യുന്നത് എന്താണ്? നേരത്തെ കുടിച്ചിട്ടേക്കാം, പിന്നെ അവൻ മരിച്ചോളും. അതല്ലേ ചെയ്യുന്നത്? മരിക്കാത്ത പാപസംബന്ധമായി മരിക്കാത്ത കുഞ്ഞിനെ കർത്താവിനൂടെ അങ്ങ് അടക്കിയേക്കാം, പിന്നെ അവൻ ചത്തോളും. മരിക്കാത്ത ഒരാളെ നാം കുഴിയിലാക്കിയാൽ ഇവിടുത്തെ ഗവൺമെന്റ് പോലും കേസെടുക്കത്തില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ പാപസംബന്ധമായി മരിക്കാത്ത ഒരാളെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗീയ കോടതി ഒരിക്കലും അനുവദിക്കത്തില്ല. പാപസംബന്ധമായി മരിച്ചവൻ തന്നെ ആയിരിക്കണം സ്നാനമേൽക്കേണ്ടത്, അവനെ വേണം അടക്കേണ്ടത്. പിന്നെ ചിലർ ഇതിന് കൊടുക്കുന്ന ഒരു വിശദീകരണം, ചെങ്കടൽ കടന്ന് ഇസ്രായേൽ മക്കൾ പോയല്ലോ, സ്നാനത്തിന് ഒരു മുൻകുറി എന്നാണ്. ചെങ്കടൽ കടന്ന കൂട്ടത്തിൽ അവിടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർ ഇത്രയും പേര് പോയപ്പോൾ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടാണ് പോയത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് തെറ്റില്ല എന്ന് പറയാറുണ്ട്.
നമുക്ക് ശരിയായിട്ട് തോന്നാം. എന്നാൽ ചെങ്കടൽ കടന്നുപോയ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവരുടെ വളർത്തുമൃഗങ്ങളെല്ലാം ഉണ്ട്. ഗർഭസ്ഥ ശിശുക്കളും അവിടെ കൂടെ ഉണ്ട്. ചെങ്കടൽ കടന്നുപോയവരെ എല്ലാവരെയും സ്നാനപ്പെടുത്തണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഇവരെ എല്ലാം സ്നാനപ്പെടുത്തേണ്ടി വരത്തില്ലയോ? എന്നാൽ താഴത്തെ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തിന്റെ ജനസംഖ്യ എടുത്തപ്പോൾ അരശേക്കൽ വെള്ളിവീരം മേടിച്ചത് 20 വയസ്സും അതിന് മേലുള്ളവരുടെ മാത്രമാണ്, കുഞ്ഞുങ്ങളുടെ മേടിച്ചില്ല. ചെങ്കടൽ കടന്നുള്ളത് ശരിയാണെങ്കിലും ദൈവത്തിന്റെ വീണ്ടെടുപ്പ് വ്യവസ്ഥ പ്രകാരം മുമ്പോട്ട് വന്നത് 20 വയസ്സും അതിന് മേലോട്ടുള്ളവരുമാണ്. കൂടാതെ ശിശുസ്ഥാനത്തിന് വേണ്ടി മറ്റു ചിലർ കൊടുക്കുന്ന ചില വിശദീകരണം, പഴയ നിയമത്തിൽ ആൺകുഞ്ഞുങ്ങളെ 8ാം നാളിൽ പരിച്ഛേദന കഴിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ നിയമകാലത്ത് കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നത് തെറ്റില്ല എന്നവർ പറയുന്നു. പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും ശിശുസ്ഥാനത്തോട് ബന്ധപ്പെടുത്തി പരിച്ഛേദനയെ പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, പഴയ നിയമത്തിലെ പരിച്ഛേദനയെ പുതിയ നിയമത്തിൽ ഹൃദയാന്തർഭാഗത്ത് നടക്കുന്ന പരിച്ഛേദന അല്ലെങ്കിൽ മാനസാന്തരത്തോട് ബന്ധപ്പെടുത്തിയാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 28-29 വാക്യങ്ങൾ. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന തന്നെ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. നോക്കുക, പുതിയ നിയമത്തിൽ പരിച്ഛേദനയ്ക്ക് പൗലോസ് കൊടുക്കുന്ന നിർവചനം ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദന എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ രൂപാന്തരം, അതാണ് മാനസാന്തരം. ഗലാത്യ ലേഖനം 6:15 ഇങ്ങനെ വായിക്കുന്നു, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പോൾ പരിച്ഛേദനയല്ല പുതിയ നിയമത്തിൽ വേണ്ടത്, പുതിയ സൃഷ്ടി, പുതിയ ഒരു അനുഭവം, മാനസാന്തരം. കൊലോസ്യ ലേഖനം 2:11 ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയിൽ ലഭിച്ചു. കൈകൊണ്ടുള്ള പരിച്ഛേദനയല്ല, നമ്മുടെ പാപസംബന്ധമാകുന്ന ജഡമനുഷ്യനെ ഉരിഞ്ഞു കളയുന്നതാണ് പരിച്ഛേദന. അപ്പോൾ പുതിയ നിയമകാലത്ത് പരിച്ഛേദനയുടെ നിഴൽ മാനസാന്തരമാണ്. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാക്കുന്ന കാര്യം, സ്നാനത്തിന് നിഴലായിട്ടല്ല പരിച്ഛേദന നിന്നത്, പരിച്ഛേദനയുടെ പൊരുളല്ല സ്നാനം, പരിച്ഛേദനയുടെ പൊരുളായി പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത് മാനസാന്തരമാണ്. പരിച്ഛേദനയുടെ നിഴലാണ് സ്നാനം എങ്കിൽ പഴയ നിയമകാലത്ത് ആൺകുഞ്ഞുങ്ങളെയാണ് പരിച്ഛേദന ചെയ്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ പുതിയ നിയമകാലത്തും ആൺകുഞ്ഞുങ്ങളെ മാത്രമേ മാമോദിസ മുക്കാവൂ, പെൺകുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുവാൻ പാടില്ല. പരിച്ഛേദനയുടെ നിഴലാണ് സ്നാനമെങ്കിൽ പഴയ നിയമകാലത്ത് ആൺകുഞ്ഞുങ്ങളെ മാത്രമേ പരിച്ഛേദന ചെയ്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ പുതിയ നിയമകാലത്തും ആൺകുഞ്ഞുങ്ങളെ മാത്രമേ മാമോദിസ മുക്കാവൂ, പെൺകുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുവാൻ പാടില്ല. അപ്പോൾ അതിൽ തന്നെ വിളിച്ചു പറയുന്നു, പരിച്ഛേദനയുടെ പൊരുളല്ല മാമോദിസ എന്ന്. മറ്റ് ചിലർ പറയാറുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ചിലതിൽ ഈ വാക്യം കാണുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് ബ്രാക്കറ്റിൽ കൊടുക്കുവാൻ കാര്യം. അപ്പോൾ ഈ വേദഭാഗം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിനാൽ അത് വിശ്വസിക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. പുരാതന കയ്യെഴുത്ത് പ്രതിയിൽ ചിലതിലില്ല എന്ന് ചൊല്ലി ദൈവം നൽകി തന്ന അന്ത്യകൽപ്പന തെറ്റാകുമോ? ഒരിക്കലും തെറ്റാകത്തില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, പ്രാർത്ഥന എന്ന് നാം പറയുന്ന ആ പ്രാർത്ഥനയിൽ അതിനകത്തെ പല വാചകങ്ങളും ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് വിശ്വസിപ്പാൻ വയ്യായെങ്കിൽ കർത്താവിന്റെ പ്രാർത്ഥന നാം ചൊല്ലുന്നത് തെറ്റല്ലേ? നാം എല്ലാവരും കർത്താവിന്റെ പ്രാർത്ഥന അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് സ്നാനപ്പെടുന്നതിന്, വിശ്വാസ അനന്തരമായിട്ടുള്ള സ്നാനം ഏൽക്കുന്നതിന് തടസ്സമായി ഈ കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. പിന്നീടുള്ള ഒരു തർക്കസംഗതി തിരുവഴുത്തിൽ വായിക്കുമ്പോൾ കുടുംബ സ്നാനമേറ്റു,
കുടുംബ സ്ഥാനമേറ്റു എന്ന് വായിക്കുന്നു. കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നോ? കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലെന്നും ഉണ്ടെന്നും പറവാൻ നമുക്ക് അനുമാനത്താൽ പറവാൻ കഴിയത്തില്ല. കാരണം അന്നത്തെ അവിടെ കുടുംബചരിത്രം നമ്മുടെ കയ്യിലില്ല. തിരുവഴുത്തിൽ കുടുംബം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും കുഞ്ഞുങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ ശൗലിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ നിരന്തരം യുദ്ധമുണ്ടായിരുന്നു. യുദ്ധത്തിൽ കുഞ്ഞുങ്ങൾ പങ്കെടുത്തോ? അവിടെ കുടുംബം എന്ന് വിചാരിക്കുന്നത് യുദ്ധത്തിൽ പോകുവാൻ, യുദ്ധം ചെയ്യുവാൻ കഴിവുള്ളവരെ മാത്രമേ എണ്ണപ്പെട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി 50:8 യാക്കോബിനെ കനാൻ നാട്ടിൽ അടക്കുവാൻ പോയതിനെ കുറിച്ചുള്ള വൃത്താന്തം എഴുതിയപ്പോൾ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്: മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവരോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടേച്ചു പോയി. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതിരുന്നിട്ടും അവിടെ പറഞ്ഞത് കുടുംബം പോയി എന്നാണ്. തന്നെയുമല്ല, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുത്തപ്പോൾ ലേവ്യർ ഒഴികെ, സംഖ്യാപുസ്തകം 1-ാം അധ്യായം, കുലം കുലമായും കുടുംബം കുടുംബമായി എണ്ണിയപ്പോൾ 20 വയസ്സിന് മേലോട്ടുള്ളവരെ മാത്രമേ എണ്ണിയുള്ളൂ. ഇപ്പൊ കുടുംബം കുടുംബമായി എണ്ണിയെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ എണ്ണിയെന്നല്ല അതിന്റെ അർത്ഥം. കുടുംബം കുടുംബമായി എണ്ണിയത് 20 വയസ്സിനും അതിന് മേൽപോട്ടുള്ളവരെ മാത്രമേ എണ്ണിയുള്ളൂ. തന്നെയുമല്ല, നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 2 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ എന്നവിടെ പ്രത്യേക വഴിയിലുണ്ട്. കേട്ട് ഗ്രഹിപ്പാൻ. അവിടെ കുഞ്ഞുങ്ങൾ തീർച്ചയായും ആ യോഗത്തിൽ വന്നു കാണും. എന്നാൽ കേട്ട് ഗ്രഹിപ്പാൻ കഴിയുന്നവരെ മാത്രമേ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നർക്കീസോസിന്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവീൻ എന്ന് പറയുന്നു. അപ്പൊ നർക്കീസോസിന്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾ കാണും, രക്ഷിക്കപ്പെടാത്തവർ കാണും. കുടുംബം എന്ന് പറഞ്ഞപ്പോൾ, ഭവനം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെയല്ല ബാലകം. അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കുന്നു, നർക്കീസോസിന്റെ ഭവനത്തിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവീൻ. അപ്പോൾ തിരുവഴുത്തിൽ കുടുംബം സ്ഥാനപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നതിനെല്ലടവും കുഞ്ഞുങ്ങൾ വേണമെന്നില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണാം, എന്നാൽ അവരെ സ്ഥാനപ്പെടുത്തത്തില്ല. കുടുംബ സ്ഥാനമേറ്റു എന്ന് ഉള്ളിടത്ത് ശരിയായി നാം പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്ഥാനമേറ്റു എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് അപ്പോസ്തലൻ പറഞ്ഞു 16-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ, പിന്നെ അവൻ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗം കേട്ട് വിശ്വസിച്ചവരെയാണ് സ്നാനപ്പെടുത്തിയത്. തന്നെയുമല്ല, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടങ്കം ആനന്ദിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ ആനന്ദിപ്പാൻ കഴിവുള്ളവരെയാണ് തീർച്ചയായും പൗലോസ് സ്നാനപ്പെടുത്തിയത്. 16-ാം അധ്യായം അപ്പോസ്തലൻ പ്രവൃത്തി 16-15 ലുദിയായും കുടുംബവും സ്നാനമേറ്റു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ 16-40 ഇങ്ങനെ വായിക്കുന്നു, പൗലോസ് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോന്നു. അപ്പൊ ലുദിയയുടെ വീട്ടിൽ സ്നാനപ്പെട്ടവർ സഹോദരന്മാരെന്ന് വിളിക്കത്തക്ക രീതിയിൽ പ്രായമുള്ള മക്കളായിരുന്നു. കുഞ്ഞുങ്ങളെ ആരും കയറി സഹോദരൻ വിളിക്കാറില്ലല്ലോ. കൊർന്നല്യോസിന്റെ വീട്ടിലും പ്രസംഗം കേട്ട് വിശ്വസിച്ച് ആത്മാവിനെ പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിച്ചവരെയാണ് സ്നാനപ്പെടുത്തിയത്. എന്തിനാ നമ്മളങ്ങനെ അനുമാനമെടുക്കുന്നു? വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. കുഞ്ഞുങ്ങൾ സ്നാനമേൽക്കയില്ല, അവരെ സ്നാനം ഏൽപ്പിക്കുകയാണ്. വിശ്വസിക്കുകയും സ്ഥാനം ഏൽക്കുകയും ചെയ്യുക. ഒരിക്കലും ഒരു കുഞ്ഞ് സ്ഥാനം ഏൽക്കത്തില്ല, അവനെ സ്ഥാനം ഏൽപ്പിക്കുന്നതാണ്. വിശ്വസിക്കുകയും സ്ഥാനം ഏൽപ്പിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നല്ല, വിശ്വസിക്കുകയും സ്ഥാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. സ്നാനപ്പെട്ടിടത്തെല്ലാം സ്നാപകനും സ്ഥാനാർത്ഥിയും മാത്രമേ ഉള്ളൂ. പീലിപ്പോസും ഷണ്ണനും യോഹന്നാൻ സ്നാപകനും കർത്താവും. മൂന്നാമത് ഒരാളുടെ ആവശ്യമില്ല. മൂന്നാമതൊരാളുടെ ആവശ്യം വരുന്നത് സ്നാനപ്പെടുവാൻ വരുന്ന സ്ഥാനാർത്ഥി
തിരിച്ചറിവുള്ള ആളല്ലാത്തത് കൊണ്ടാണ് മൂന്നാമതൊരാളുടെ ആവശ്യം വരുന്നത്. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് തെറ്റാണ്. അപ്പോൾ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നാലും സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിച്ച ശിഷ്യരാക്കിയവരെ മാത്രമേ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സ്നാനപ്പെട്ടെടുത്ത് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടോ എങ്കിലും തീർച്ചയായും അവരെ സ്നാനപ്പെടുത്തത്തില്ല. തന്നെയുമല്ല, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള ഊഹാപോഹങ്ങളിൽ ഒരു കാര്യം സ്ഥാപിക്കാൻ കഴിയത്തില്ല. അറിവുള്ളവരാരും ഊഹാപോഹങ്ങളിൽ ഒരിക്കലും ഒരു ഉപദേശം സ്ഥാപിക്കത്തില്ല. എത്രയോ വാക്യങ്ങൾ വ്യക്തമായ ദൈവവചനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഊഹാപോഹങ്ങളിൽ പെട്ടുകൊണ്ട് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞത് തെറ്റാണ്. ഊഹാപോഹങ്ങളാലല്ല, വ്യക്തമായ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീടുള്ള ഒരു വാദഗതി, യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വന്ന ഒന്നാം തലമുറക്കാർ സ്നാനമേറ്റു എന്നുള്ളത് ശരിയാണ്. പിന്നീട് അവർക്ക് ജനിച്ച മക്കൾ വിശുദ്ധരാണ്, അവരെ സ്നാനമേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഈ പറയുന്നവർ തന്നെ അവർ ചെയ്യുന്നതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ, ഒരു ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയാണ്, അവനെ പിന്നെ സ്നാനപ്പെടുത്തണ്ട എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് പിശാചിനെ ഉപേക്ഷിച്ച് മശീഹായെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത്? അപ്പോൾ അതിന്റെ അർത്ഥം ക്രിസ്ത്യാനിയുടെ മകനായി ജനിച്ചിട്ടും അവൻ ഇന്നും ക്രിസ്ത്യാനി അല്ലെന്നും, അവൻ ദൈവത്തിന്റെ മകനല്ലെന്നും, അവൻ സാത്താന്റെ മകനാണെന്നും, അവൻ സാത്താനെ ഉപേക്ഷിക്കുന്നെന്നും മശീഹായെ സ്വീകരിക്കുന്നുവെന്നും അല്ലയോ പറയുന്നത്? ക്രിസ്ത്യാനിയുടെ മകൻ വിശുദ്ധനാണെങ്കിൽ, ക്രിസ്ത്യാനിയാണെങ്കിൽ ആ കുഞ്ഞിൽ എവിടെ നിന്നാണ് സാത്താൻ വന്നത്? അപ്പോൾ അതെല്ലാം അതിനകത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനി അല്ല. അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമേ അപ്പോസ്തലന്മാർക്ക് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളുടെ പേരുണ്ടായത്. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ എന്താണ്? ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ് ക്രിസ്ത്യാനി. കർത്താവ് പോയതുപോലെയും കർത്താവ് പറഞ്ഞതുപോലെയും കർത്താവ് ചെയ്യാൻ പറഞ്ഞതുപോലെയും ചെയ്യുന്നവനാണ് ക്രിസ്ത്യാനി. ആരാണ് ദൈവമക്കൾ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോഴാരാണ് ദൈവമകനാകുന്നത്? അവനെ ആരെ എപ്പ കൈക്കൊള്ളുമോ അപ്പോൾ മാത്രമേ അവൻ ദൈവമകനാകത്തുള്ളൂ. ഗലാത്യലേഖനം 3:26 വായിക്കുന്നു, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. എപ്പോഴാണ് ദൈവമകനാകുന്നത്? യേശുവിലുള്ള വിശ്വാസത്താൽ. ആര് എപ്പ കർത്താവിൽ വിശ്വസിക്കുമോ അപ്പോൾ മാത്രമേ അവൻ ദൈവമകനാകുന്നുള്ളൂ. ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇങ്ങനെ വരത്തുള്ളൂ, ദൈവത്തിന്റെ മകന്റെ മകൻ, കൊച്ചുമകൻ, കർത്താവിന്റെ കൊച്ചുമകൻ. വിശുദ്ധ ബൈബിള് വായിച്ചാൽ ദൈവത്തിന് കൊച്ചുമക്കളില്ല. ആരെപ്പോ വിശ്വസിക്കുമോ അപ്പോഴേ അവൻ ദൈവമാനാകത്തുള്ളൂ. ഡോക്ടറുടെ മകൻ ഡോക്ടറല്ല, പോലീസുകാരന്റെ മകൻ പോലീസുകാരനല്ല, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ അല്ല. ക്രിസ്ത്യാനിയുടെ മകനായിരിക്കാം, എന്നാൽ അവൻ ക്രിസ്ത്യാനി അല്ല. കോഴി ഇട്ടതാ മുട്ട, കോഴിക്കുഞ്ഞല്ല. എന്നാ കോഴിക്കുഞ്ഞാകാൻ സാധ്യതയുണ്ട് മുട്ടയ്ക്ക്. കോഴി മുട്ടയ്ക്ക് ചൂട് കൊടുത്ത് അതിനകത്തൊരു പരിവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ കോഴിമുട്ട കോഴിക്കുഞ്ഞാകത്തുള്ളൂ. ക്രിസ്ത്യാനിയുടെ മകനാണ്. ഒരു ഹിന്ദുവിനേക്കാളും മുസൽമാനേക്കാളും ക്രിസ്ത്യാനിയാകാൻ സാധ്യത കൂടുതൽ അവനാണ്. എന്നാൽ അവൻ ക്രിസ്ത്യാനി ആകണമെങ്കിൽ അവനിൽ പരിവർത്തനം ഉണ്ടാകണം. അങ്ങനെ പരിവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ അവൻ ക്രിസ്ത്യാനിയാകത്തുള്ളൂ. ഇടയ്ക്കൊരാൾ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ അളിയനാണ്. അവന്റെ പെങ്ങള് വിവാഹം കഴിക്കാതെ യേശുവിനെ മണവാളനായി സ്വീകരിച്ചു. അതുകൊണ്ട് അവൻ പറഞ്ഞത്, എന്റെ പെങ്ങള് കർത്താവിനെ ഭർത്താവായി സ്വീകരിച്ചപ്പോൾ കർത്താവിന്റെ അളിയനായാണെന്ന്. കർത്താവിന് അളിയനുമില്ല, കർത്താവിന് കൊച്ചുമക്കളുമില്ല, കർത്താവിന് മക്കൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചോദിക്കും, ശിശുക്കളുടെ ഭാവി എന്താണ്? അവർ സ്വർഗത്തിൽ പോകുമോ? കർത്താവ് എന്തു പറഞ്ഞു? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തെ കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവി, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. യേശു ശിശുക്കളെ പിന്നീട് അനുഗ്രഹിച്ചതായി നാം വായിക്കുന്നു. ശിശുക്കൾ ദൈവരാജ്യത്തിൽ പോകുമോ? അതിന് സ്നാനപ്പെടണോ? വേണ്ട.
തെറ്റും ശരിയും തിരിച്ചറിയാൻ വയ്യാത്ത കാലമാണ് ശിശുപ്രായം. യേശു പറഞ്ഞു, അവരെ എന്റെ അടുക്കൽ വിടുവിൻ, അവരെ തടയരുത്. നിങ്ങളും തിരിച്ച് ശിശുക്കളെ പോലെ ആകണമെന്നാണ് പ്രായമുള്ളവരോട് കർത്താവ് പറഞ്ഞത്. തന്നെയുമല്ല, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തു. മിസ്രൈമിൽ ഇറങ്ങി പുറപ്പെട്ടതിൽ യോശുവയും കാലേബും ഒഴിച്ച ബാക്കിയുള്ളവരെ എല്ലാം അവിടെ പ്രവർത്തന ഫലമായ ദൈവം മരുഭൂമിയിൽ ശിക്ഷിച്ച കൊന്നുകളഞ്ഞു. എന്നാൽ ഒരു കൂട്ടം ആളുകളെ ദൈവം കൊന്നില്ല. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 39-ാം ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും, അവർക്ക് ഞാൻ അത് കൊടുക്കും, അവർ അത് കൈവശമാക്കും. അപ്പൊ നോക്കിക്കോ, ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ അക്ഷരീയ വാഗ്ദത്ത നാട്ടിൽ ദൈവം കടത്തിയെങ്കിൽ നമ്മുടെ ആത്മീയ വാഗ്ദത്ത നാട്ടിലും ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ ദൈവം കടത്തുമെന്നുള്ളത് നിശ്ചയമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാമോദിസ തെളിച്ചുവെങ്കിൽ മാത്രമേ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളത് അബദ്ധോപദേശമാണ്. എഫേസ്യ ലേഖനം 4:5 ഇങ്ങനെ വായിക്കുന്നു: സ്നാനം 1. അവിടെ ചിലർ പറയാറുണ്ട്, ഞങ്ങൾ ഒരിക്കൽ സ്നാനമേറ്റു, ഇനി ഞങ്ങൾ സ്നാനപ്പെടേണ്ട കാര്യമുണ്ടോ? നല്ല ചോദ്യമാണ്. ഞാൻ അതിന് ഉദാഹരണം പറയാം. ഇവിടെ നിന്ന് നാട്ടിൽ ഒരാൾ പോയി, ആ ആളിന് മലയാളം പറയാൻ അറിയാം, വായിക്കാൻ അറിയത്തില്ല. അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലം മാന്നാറാണ് പോകേണ്ടത്. തിരുവല്ലായി ചെന്ന് അവിടെ നിന്നവരോട് ചോദിച്ചു, മാന്നാറിന് പോകേണ്ട വണ്ടി ഏതാന്ന് ചോദിച്ചു. അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, ദാണ്ട് ആ വണ്ടിയെ കയറിക്കൊള്ളാൻ പറഞ്ഞു. ആ ആൾ അത്ര ശ്രദ്ധിച്ചില്ല, മൂന്നാറിന്റെ വണ്ടിയെ കാണിച്ചു കൊടുത്തത്. ഈ 2 വണ്ടി അടുത്ത് കിടക്കുക, മാന്നാറും മൂന്നാറും, ഒരല്പം വ്യത്യാസമേ ഉള്ളൂ. മലയാളം വായിക്കാൻ അറിയാൻ വയ്യാത്തോണ്ട് ഇവൻ 3 വണ്ടിയെ കയറി. മാന്നാറിന് പോകേണ്ടവൻ 3 വണ്ടിയെ കയറി. സൈഡ് സീറ്റ് പിടിച്ച സുഖമായി അല്പം ഉറങ്ങി. ആരോ പറഞ്ഞു കേട്ടുണ്ട്, മാന്നാറിന് തിരുവല്ലായിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഇവൻ ഏകദേശം 1 മണിക്കൂറായപ്പോൾ ഉണർന്നു. അടുത്തിരുന്ന യാത്രക്കാരനോട് ചോദിച്ചു, മാന്നാറായോന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, കുഞ്ഞെ, അബദ്ധം പറ്റിപ്പോയി, ഇത് മാന്നാർ വണ്ടിയല്ല, ഇത് 3 വണ്ടിയാണെന്ന് പറഞ്ഞു. ഉടനെ അവൻ കണ്ടക്ടറോട് പറഞ്ഞു, ബസ് നിർത്താൻ പറഞ്ഞു. എനിക്ക് മാന്നാത്ത് പോകണം, തിരിച്ചെന്നെ മാന്നാത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഉടനെ കണ്ടക്ടർ പറഞ്ഞു, കുഞ്ഞെ, ഇത് 3 വണ്ടിയാണ്, ഞങ്ങൾക്ക് ഈ റൂട്ടിൽ ഓടാൻ മാത്രമേ പെർമിറ്റ് ഉള്ളൂ, ഞങ്ങൾ മൂന്നാറിനാണ് പോകുന്നത്. ഇപ്പൊ നീ നിർബന്ധം പിടിച്ചാൽ ഈ വണ്ടി തിരിച്ച ഞങ്ങൾ മാന്നാറിന് കൊണ്ടുപോകത്തില്ല. അതാണ് നോക്കി, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മാന്നാർ വണ്ടി കിടപ്പുണ്ട്, നീ ഇവത്തിൽ നിന്നിറങ്ങി ആ വണ്ടിയെ കയറിയാൽ മാന്നാത്ത് പോകാമെന്ന് പറഞ്ഞു. അവൻ പറയാ, ഞാൻ ആ വണ്ടിയെ കയറത്തില്ല, ഈ വണ്ടിയെ തന്നെ പോകത്തുള്ളൂ, ഒരു വണ്ടിയിലേ ഞാൻ കയറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നീ മാന്നാത്ത് പോകത്തില്ല, നീ മൂന്നാറിൽ തന്നെ പോകത്തുള്ളൂ. നിനക്ക് റൂട്ട് തെറ്റിപ്പോയി, നീ സ്വയമായി ചെയ്തല്ല, നിന്നെ ഒരുതൻ ചരിച്ച് അതിനകത്ത് കയറ്റിയതാണ്. ആ വണ്ടിക്കാരോട് പറഞ്ഞാലും അവർക്ക് കൊടുത്തേക്കുന്ന പെർമിഷൻ, കേന്ദ്ര നിർദ്ദേശം ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയെന്ന്, അവരതിന് ചേഞ്ച് ചെയ്യത്തില്ല. നീ ഏറ്റ ശിശുസ്നാനം തെറ്റാണെന്ന് നിനക്ക് ബോധ്യമാണെങ്കിൽ നീ സ്വയമായി ചെയ്തത്, നിന്നെ മറ്റൊരാള് സ്നാനം ഏൽപ്പിച്ചത്. നിന്നെ കൊണ്ടുപോകുന്ന ആത്മീയ ശുശ്രൂഷകന്മാരോട് പറഞ്ഞാൽ അവർക്ക് കിട്ടിയേക്കുന്ന പെർമിറ്റ് ഈ ശുശ്രൂഷ ചെയ്യുവാൻ മാത്രം, അവർ തിരിച്ച് വിശ്വാസസ്നാനം ചെയ്യത്തില്ല. അപ്പൊ പറ്റിയ മാർഗം എന്താണ്? നീ ആ വണ്ടി വിട്ടിട്ട് മാന്നാർ ബോർഡ് കണ്ട വണ്ടിയിൽ കയറുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് സ്നാനപ്പെടേണ്ടെന്നല്ല, റൂട്ട് തെറ്റിപ്പോയി, ബസ് കയറി തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ തീർച്ചയായും വേറെ വണ്ടിയിൽ കയറി നീ മാന്നാറിന് പോകുക തന്നെ ചെയ്യണം. അങ്ങനെ ഉണ്ടായെങ്കിൽ, ഒരിക്കൽ സ്നാനപ്പെട്ടത് കൊണ്ട് ഉപദേശത്തിന് വിരുദ്ധമായ രീതിയിലാണ് നീ ചെയ്തു എങ്കിൽ തീർച്ചയായും ഉപദേശപ്രകാരമുള്ള സ്നാനം നീ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. സ്നാനം 1 എന്ന് എഴുതിയ പൗലോസ് പോലും 2ാമത് സ്നാനപ്പെടുത്തി. പൗലോസ് എഫെസോസിൽ ചെന്നപ്പോൾ ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചിട്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ആത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരേറ്റ സ്നാനം യോഹന്നാന്റെ സ്നാനമായിരുന്നു. യോഹന്നാന്റെ സ്നാനം പ്രാബല്യത്തിലുണ്ടായിരുന്നത് പെന്തക്കോസ്ത് നാളിൽ കർത്താവിന്റെ സഭ ആരംഭിക്കുന്നത് വരെ യോഹന്നാന്റെ സ്നാനം വിലപ്പെട്ടതായിരുന്നു. എന്നാൽ ക്രിസ്തീയ സഭ ആരംഭിച്ച ശേഷം, പെന്തക്കോസ്ത് നാളിൽ ക്രിസ്തീയ സഭ ആരംഭിച്ച ശേഷം യോഹന്നാന്റെ സ്നാനത്തിന് വിലയില്ലാതായി. പിന്നീട് ആ സ്നാനം ഏൽക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ ഏറ്റവരെ പൗലോസ് രണ്ടാമത് സ്നാനപ്പെടുത്തിയെന്ന് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നാം വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് സ്ഥാനം ഏറ്റുകൊണ്ട് രണ്ടാമത് സ്ഥാനം ഏൽക്കണ്ടെന്നല്ല, നീ ഏറ്റ സ്ഥാനം ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. പിന്നെ ചിലർ ചോദിച്ചാണ്, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടോ, അവൻ സ്വർഗത്തിൽ പോയില്ലയോ? ചിലപ്പോൾ നല്ല ചോദ്യമായിട്ട് നമുക്ക് തോന്നിപ്പോവും. അതിന്റെ ഉത്തരം, ശരിയായ ഉത്തരം ഇതാ. പെന്തക്കോസ്ത് നാളിലാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചത്. ക്രൂശിലെ കള്ളൻ മരിച്ചത് ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തിലാണ്. അതുകൊണ്ട് അവൻ പുതിയ നിയമസഭയിലെ അംഗമല്ല. അതുകൊണ്ട് അവൻ സ്നാനപ്പെടണമെന്ന് ഇല്ല. എന്നാൽ തിരിച്ചതിനകത്തൊരു ന്യായം കൂടെ ഞാൻ പറയാം. ക്രൂശിലെ കള്ളൻ രക്ഷിക്കപ്പെട്ട ആ സ്ഥലത്ത് കിടന്ന് തന്നെ അങ്ങ് മരിച്ചു. അവന് താഴെ ഇറങ്ങി വരാനൊന്നും പറ്റിയില്ല. താഴെ ഇറങ്ങി വരാൻ പറ്റിയിരുന്നെങ്കിൽ അവസാനപ്പെട്ടേനെ. നീ രക്ഷിക്കപ്പെട്ട ഒരു ചുവട് പോലും മാറാതെ ആ രക്ഷിക്കപ്പെട്ട അരമുക്കാ മണിക്കൂറിനകം നിനക്ക് എങ്ങോട്ട് മാറാൻ വയ്യാതിരിക്കട്ടെ, ആ സമയത്ത് തന്നെ നീ അങ്ങ് മരിക്കുകയാണെങ്കിൽ നീ സ്നാനപ്പെടണ്ട. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടോ, അവൻ അവിടെ തന്നെ മരിച്ചു. അതുകൊണ്ട് അവൻ സ്നാനപ്പെടാഞ്ഞത്. പണ്ടൊരിക്കലും ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ടായി. ഒരു കുടുംബത്തിന് 2 കുഞ്ഞുങ്ങളുണ്ടായി. അതിൽ മൂത്ത പുത്രൻ 6 മാസമായപ്പോൾ തന്നെ അങ്ങ് മരിച്ചുപോയി. ആ കുഞ്ഞിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് അവരവിടെ വെച്ചിട്ടുണ്ട്. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു മകനോടുണ്ടായി. അവൻ നല്ലൊരു കുസൃതി ചെറുക്കനാണ്, നല്ല ബുദ്ധിയുള്ളൊരു ചെറുക്കൻ. അവൻ ഏകദേശം ഒരു അല്പപ്രായമായി വർത്താനമൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അവൻ പപ്പായും മമ്മിയും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് തൊട്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല. എന്താ മോനെ നീ സ്കൂളിൽ പോകാത്തത്? അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. ഇന്ന് തൊട്ട് ഞാൻ പല്ല് തേക്കത്തില്ല. അവർ ചോദിച്ചു, എന്താ മോനെ പല്ല് തേക്കാത്തത്? ഫോട്ടോ ചൂട്ടി കാണിച്ചുകൊണ്ട് അവൻ പറയുക, അച്ചാച്ചൻ സ്കൂളിൽ പോയിട്ടുണ്ടോ, അച്ചാച്ചൻ പല്ല് തേച്ചിട്ടുണ്ടോ, അതുകൊണ്ട് ഞാനും പല്ല് തേക്കത്തില്ല, സ്കൂളിൽ പോകത്തില്ല. അപ്പൊ വീട്ടുകാർ പറഞ്ഞ മറുപടി ഇങ്ങനെ, അച്ചാച്ചൻ പല്ല് തേക്കാത്തതും സ്കൂളിൽ പോകാത്തതും അച്ചാച്ചൻ ഇവിടെ ഇല്ല, അച്ചാച്ചൻ മരിച്ചുപോയി. അതുകൊണ്ട് അച്ചാച്ചൻ പല്ല് തേക്കണ്ട, സ്കൂളിൽ പോകണ്ട. ജീവനോടുകൂടെ ഇരിക്കുന്ന നീ പല്ലും തേക്കണം, സ്കൂളിലും പോകണം. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ല എന്നുള്ളത് നിനക്ക് പിടിച്ചു നിൽപ്പാനുള്ള ഒരു വൈക്കോൽ തുമ്പ് മാത്രമാണ്. അതുകൊണ്ട് നീ സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, അപ്പോസ്തലന്മാർ സ്നാനപ്പെട്ടോ? അവരേറിയ പങ്കും യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും യോഹന്നാന്റെ ശിഷ്യന്മാരാണെങ്കിൽ അവർ സ്നാനപ്പെട്ടവരാണ്. തന്നെയുമല്ല, അപ്പോസ്തലനായ പൗലോസ് സ്നാനപ്പെട്ട വസ്തുത വളരെ വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഗുരു സ്നാനപ്പെട്ടു എങ്കിൽ ശിഷ്യന്മാരാകുന്ന അവരും സ്നാനപ്പെട്ടു എന്നുള്ളത് നിശ്ചയമാകുന്ന കാര്യമല്ലേ? യേശു ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാല് കഴുകിയതുപോലെ നിങ്ങളും തമ്മിൽ കാല് കഴുകണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ തമ്മിൽ കാല് കഴുകിയായിട്ട് ഒരിടത്ത് പോലും ഇല്ല. അതുകൊണ്ട് അവർ കാല് കഴുകില്ല എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? അപ്പോസ്തലന്മാർ വിവാഹം കഴിച്ച കാര്യവും അവരുടെ ഭാര്യയുടെ കാര്യവും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും വ്യക്തമായ ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവർ വിവാഹം കഴിച്ചില്ലെന്നോ അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അപ്പോസ്തലന്മാർ സ്നാനപ്പെട്ടില്ല എന്നാര് പറഞ്ഞു? തീർച്ചയായും കർത്താവ് അങ്ങനെ കൽപ്പിച്ചുവെങ്കിൽ അവർ തീർച്ചയായും അത് ചെയ്തു എന്നുള്ളത് നിശ്ചയമാകുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ചിലർ പറയുന്നത് പൗലോസ് സ്നാനത്തിനധികം പ്രാധാന്യത കൽപ്പിച്ചില്ലെന്നാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വേണം, ക്രിസ്മോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്നാനം കഴിപ്പിപ്പാൻ അല്ല, പ്രസംഗിപ്പാൻ അത്രേ എന്ന് പൗലോസ് പറയുന്നു. ആ പറയുന്ന പദപ്രയോഗത്തിൽ നിന്ന് പൗലോസ് സ്നാനത്തിന് പ്രാധാന്യത കൊടുത്തില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ആ സാഹചര്യം നന്നായി പഠിക്കണം. അവിടെ അങ്ങനെ പറവാൻ കാര്യം, നല്ല ഉണർവുള്ള ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. എന്നാൽ മാനുഷികമാവുന്ന ചിന്താഗതിയിൽ ആ സഭയിൽ 4 ഗ്രൂപ്പ് ഉണ്ടായി. പത്രോസിന്റെ ഗ്രൂപ്പ്, പൗലോസിന്റെ ഗ്രൂപ്പ്, അപ്പൊല്ലോസിന്റെ ഗ്രൂപ്പ്, കർത്താവിന്റെ ഗ്രൂപ്പ്.
ഗ്രൂപ്പിസം ഉണ്ടായപ്പോൾ പൗലോസ് അവരെ അപലപിച്ച് പറയുകയാണ്, നിങ്ങൾ എന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് പിടിപ്പാൻ ഞാൻ നിങ്ങളെ ആരെയും സ്ഥാനപ്പെടുത്തിയില്ലല്ലോ. ഗായോസിനെയും 1-2 പേരെയും മാത്രമേ ഞാൻ സ്ഥാനപ്പെടുത്തിയുള്ളല്ലോ. അങ്ങനെ ഗ്രൂപ്പിസം പിടിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. അല്ലാതെ സ്നാനത്തിന്റെ പ്രാധാന്യത കുറച്ച് പറഞ്ഞതല്ല. പൗലോസിന് ശുശ്രൂഷയാൽ അവർ ദൈവഭാഗത്ത് വന്നുവെങ്കിലും പൗലോസ് തന്നെ തന്റെ കൈകൊണ്ട് സ്നാനപ്പെടുത്താതെ മറ്റുള്ളവരെ കൊണ്ട് ആ സ്നാന ശുശ്രൂഷ ചെയ്യിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് സ്നാനത്തിന്റെ പ്രാധാന്യത കുറച്ചതല്ല. സ്നാനത്തിന്റെ പ്രാധാന്യത കുറച്ചിരുന്നു എങ്കിൽ പൗലോസ് പോലും രക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ ദൈവവചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: 3 ദിവസമായി കണ്ണ് കാണാൻ വയ്യാതിരുന്ന പൗലോസ് 3-ാമത്തെ ദിവസം കണ്ണ് കണ്ടപ്പോൾ ആദ്യമേ പോയി സ്നാനമേറ്റു. പിന്നീടാണ് ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിച്ചത്. അപ്പൊ സ്നാനത്തിന്റെ പ്രാധാന്യം അത്ര വലുതായതുകൊണ്ടാണ് താന് പോയി ആദ്യമേ സ്നാനമേറ്റത്. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടത് രാത്രിയില്ല. സ്നാനത്തിന്റെ പ്രാധാന്യം അത്രമാത്രം വലുതായതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ അവരെ കൊണ്ടുപോയി സ്നാനം കഴിപ്പിച്ചു. പെന്തക്കോസ്താളിൽ രക്ഷിക്കപ്പെട്ടവരെ അന്ന് തന്നെ സ്നാനം നടത്തി. കൊർന്നല്യോസിന്റെ വീട്ടിൽ രക്ഷിക്കപ്പെട്ടവരെ, ആത്മാവിനെ പ്രാപിച്ചവരെ അന്ന് തന്നെ സ്നാനപ്പെടുത്തി. സ്നാനപ്പെടാൻ ലേറ്റായ ഏക വ്യക്തി ബൈബിൾ വായിച്ചാൽ പൗലോസ് മാത്രമാണ്. ചിലർ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാൻ ലേറ്റാകുന്ന എന്താ? നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ ഡെഡ് ബോഡി നേരത്തോട് നേരം കഴിയുമ്പോൾ കൊണ്ടുപോയി അടങ്ങും. എന്നാൽ ഇപ്പോൾ മോർച്ചറി ഒക്കെ ഉള്ളത് കൊണ്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് അടക്കുന്നത്. അപ്പൊ അടക്കാൻ ലേറ്റാകുന്നത് എന്താണ്? മോർച്ചറിയിൽ നല്ല ഫ്രീസിങ് തണുപ്പുണ്ട്, ഡെഡ് ബോഡി കേടാകത്തില്ല, അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഈ രാജ്യത്തിന് ഡെഡ് ബോഡി പല ദിവസങ്ങൾ വെക്കുമല്ലോ, കാരണം മോർച്ചറിയിൽ ഫ്രീസിങ് തണുപ്പുള്ളത് കൊണ്ട്. ഒരാളെ രക്ഷിക്കപ്പെട്ട ഒരാളെ സ്നാനപ്പെടാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ തണുപ്പനായോണ്ട്, അവന്റെ ജീവിതത്തിൽ സ്നാനപ്പെടുവാൻ ചൂടില്ലാത്തത് കൊണ്ട്. മരിച്ചാൽ ഉടനെ തന്നെ അടക്കണം. ബൈബിളിൽ രക്ഷയോട് കടിച്ചു നിൽക്കുന്ന വിഷയമാണ് സ്നാനം. രക്ഷിക്കപ്പെട്ടാൽ മാസങ്ങളോളം നിർത്തിയിട്ടല്ല സ്നാനപ്പെടുത്തേണ്ടത്. രക്ഷിക്കപ്പെട്ടാൽ എത്രയും നേരത്തെ സ്നാനപ്പെടാമോ അവൻ സ്നാനപ്പെടണമെന്നാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. ഇനി ചെല്ല് പറയാറുണ്ട്, കർത്താവ് നേരിട്ട് എന്നോട് പറയണം സ്നാനപ്പെടണം. സ്നാനം സത്യമാണ് അവർക്കറിയാം. എന്നാൽ കർത്താവ് എന്നോട് നേരിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ സ്നാനപ്പെടുത്തും ചെല്ല് പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നവരാണല്ലോ. നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരിടത്ത് ചെന്നപ്പോൾ നോ എൻട്രി ബോർഡ് കണ്ടു. ഉടനെ നിങ്ങൾ ആ നോ എൻട്രി ബോർഡ് കണ്ടിടത്തോട്ട് തന്നെ വണ്ടി അങ്ങ് എടുത്തു. അങ്ങോട്ട് മാറി ഉടനെ പോലീസുകാരൻ പിടിച്ച് ടിക്കറ്റ് തന്നു. ഉടനെ നിങ്ങൾ പോലീസുകാരനോട് പറയാ, പോലീസുകാരൻ പറഞ്ഞു നീ നോ എൻട്രി ബോർഡ് കണ്ടില്ലയോ? ഉടനെ നീ പറയാ നോ എൻട്രി ബോർഡ് ഞാൻ കണ്ടു, പക്ഷെ എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങോട്ട് കയറണ്ടെന്ന്. അപ്പോൾ നോ എൻട്രി ബോർഡ് നിയമം കണ്ടിട്ട് നീ അങ്ങോട്ട് കടക്കാത്തത് നിന്നോട് പറഞ്ഞിട്ടല്ല. അത് രാജ്യത്തെ പൊതു നിയമമാണെങ്കിൽ നീ അത് പാലിച്ചേ ഒക്കത്തുള്ളൂ. ദൈവാത്മാവ് ചിലരോട് സ്നാനപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാവരോടും പറയണമെന്നില്ല. നിന്നോട് വിവാഹം കഴിക്കണമെന്ന് ദൈവം ഒന്ന് പറഞ്ഞോ? നീ വിവാഹം കഴിക്കണമെന്ന് ദൈവം പറയാഞ്ഞിട്ട് നീ വിവാഹം കഴിച്ചില്ലയോ? എന്താ വിവാഹം കഴിച്ചത്? ദൈവത്തിലുണ്ട് വിവാഹം എല്ലാവർക്കും മാന്യമാണെന്ന്. മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല അതിനെ ദൈവം കണ്ടു എന്ന് ദൈവത്തിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്നാനപ്പെടുവാൻ ദൈവത്തിൽ വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് നിനക്കൂടുള്ളതാണ്. ബലവാൻ പറഞ്ഞു ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കണം. ഉടനെ അബ്രഹാം പിതാവ് പറഞ്ഞിങ്ങനെയാ, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. അപ്പോൾ ഭൂമിയിൽ നിന്നോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം തന്നെ ദാസന്മാരെ ആക്കിയിട്ടുണ്ട്. അവരുടെ വാക്ക് നീ കേട്ട് ആ കാര്യം ചെയ്യണം. അവിടെ സ്നാനപ്പെടാൻ ദൈവം നിന്നോട് ഡയറക്റ്റ് പറയണമെന്നില്ല. നിന്നോട് പറഞ്ഞിരിക്കുകയാണ് സ്നാനപ്പെടണമെന്ന്, തീർച്ചയായും നീ സ്നാനപ്പെടണം. മറ്റു ചിലർ പറയുന്നത് മാതാപിതാക്കന്മാരെ അനുസരിക്കണം, അവർ പറഞ്ഞതുപോലെ വേണം പോകേണ്ടത്. നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാക്കുവാൻ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. എഫേസ്യ ലേഖനം 6:1 ഇങ്ങനെയാണ് വായിക്കുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അപ്പൊ കർത്താവിനേക്കാൾ ഉപരിയായി മാതാപിതാക്കന്മാരെ എന്ത് ചെയ്യേണ്ട? അനുസരിക്കേണ്ട കാര്യമില്ല. അബ്രഹാം ദൈവത്തിന് വിളി ഉണ്ടായപ്പോൾ തന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടിട്ടാണ് താൻ മുമ്പോട്ട് ഇറങ്ങി തിരിച്ചത്. തന്നെയുമല്ല കോരഹിന്റെ പുത്രന്മാർ കോരഹിന്റെ അവിടെ നിന്നില്ല. മോശക്കെതിരായി കോരഹ്, ദാഥാൻ, അബീരാം എന്നിവർ മത്സരമുണ്ടാക്കി. ഒടുവിൽ മോശ ദൈവത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദൈവം അവരുടെ വിഷയം തീർക്കുവാനായി ഇറങ്ങി വന്നു. കോരഹ് നോക്കിയപ്പോൾ കോരഹിന്റെ പുത്രന്മാർ മോശയുടെ പാർട്ടി നിൽക്കുന്നു. കോരഹ് ചിലപ്പോൾ ബൈബിൾ എഴുതിയിട്ടില്ലെങ്കിലും കോരഹ് വിളിച്ചു പറഞ്ഞു കാണും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാക്കുവാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം.
അപ്പനെ അമ്മയെ അനുസരിക്കാത്തവരുടെ കണ്ണ് തോട്ടിലത്തെ കാക്ക കൊത്തി പറയിക്കും എന്നൊക്കെ പറഞ്ഞു കാണും. എന്നാൽ പിള്ളേർക്കറിയാം അപ്പന്റെ വഴി ശരിയല്ലെന്ന്. അവർ മോശയുടെ പക്ഷത്ത് പോകും. അല്പം കഴിഞ്ഞപ്പോൾ കോരങ്ങിന്റെ പുത്രന്മാർ നോക്കി നിൽക്കുമ്പോൾ ഭൂമി വായു കിടന്ന് കോരങ്ങിനെയും ഒക്കെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ അവർ ആദ്യമേ പാടിയ സങ്കീർത്തനം 46 സങ്കീർത്തനമാണ്. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്നു. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞങ്ങൾക്ക് ഭയമില്ല. കോരപുത്രന്മാരെ, നിങ്ങളുടെ അപ്പനെ അമ്മയെ അനുസരിച്ച് കൂടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ നശിച്ചു പോകത്തില്ലായിരുന്നു. അവിടെ മാതാപിതാക്കന്മാർ പറയുന്ന നല്ല കാര്യങ്ങൾ സ്വീകരിക്കണം. എന്നാൽ ദൈവത്തെക്കാൾ ഉപരിയായി അവരെ അനുസരിക്കേണ്ട. മാതാപിതാക്കന്മാരുടെ ഉപദേശത്തെക്കാൾ വലിയ ഉപദേശം ദൈവത്തിന്റെ ഉപദേശമായിരിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ ഉപദേശത്തിന് പ്രാധാന്യത കൽപ്പിക്കണം. ഒരിക്കലും ഒരാളോട് യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, എങ്ങനാ? ഞാൻ എന്റെ അപ്പനെ അടക്കിട്ട് വരണമെന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, മരിച്ചവർ ഞങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ എന്നെ അനുഗമിപ്പാന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എങ്ങനാ? എന്റെ അപ്പനെ അടക്കട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അവന്റെ അപ്പനോട് മരിച്ചു കിടക്കുക, അപ്പോഴേ അവൻ യേശുവിനെ കാണാം. അല്ല, ചിലപ്പോൾ അവന്റെ അപ്പം പറഞ്ഞു കാണുവിടാ, എന്റെ കാലശേഷം മാത്രമേ നീ അങ്ങയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞു കാണും. അതുകൊണ്ട് അപ്പനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കർത്താവിനെ ഇവനെ അനുഗമിക്കാതിരിക്കുന്നത്. അവനെ കർത്താവ് പറഞ്ഞു, അല്ല, അനുഗ്രഹങ്ങളും പാവങ്ങളും മരിച്ചവർ അവിടെ മരിച്ചവരെ അടക്കിക്കോട്ടെ, നീ ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പൊ ദൈവത്തെക്കാൾ കൂടുതലായി മാതാപിതാക്കന്മാർക്ക് സ്ഥാനം കൊടുക്കുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. എന്താ സ്നാനപ്പെട്ടാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ? യോഹന്നാൻ 12:23 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനുമായി വാസം ചെയ്യും. നീ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. 2, സ്നാനപ്പെട്ടാൽ നിനക്കൊരു വലിയ സന്തോഷമുണ്ട്. ഷണ്ണനെ സ്നാനപ്പെടുത്തി. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ ആത്മാവിൽ എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഷണ്ണൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഫിലിപ്പോസിനെ ഉദ്ദേശിയെ കാണാനില്ല, സ്നാനപ്പെടുത്തിയ ദൈവദാസനെ കാണാനില്ല. നമ്മളാണെ ദുഃഖിച്ചുകൊണ്ട് വഴിക്ക് പോയനെ. എന്നാൽ ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് തന്നെ വഴിക്ക് പോയന. അവ സ്നാനപ്പെട്ടാൽ ദൈവമക്കൾക്ക് സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം. 1 യോഹന്നാൻ 2:3-4 ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. നോക്കുക, ദൈവത്തിന്റെ വചനം അറിഞ്ഞിട്ട് നീ അത് അനുസരിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ കള്ളനാകുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. തന്നെയുമല്ല, സദൃശവാക്യം 28:9 ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും ദൈവത്തിന് വെറുപ്പാണ്. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ, ദൈവത്തിന് കൽപ്പന ചെയ്യേണ്ടത് ചെയ്യാതെ നീ ചെവി തിരിച്ചു കളഞ്ഞാൽ നിന്റെ പ്രാർത്ഥന പോലും ദൈവത്തിന് വെറുപ്പാണ് എന്ന് വായിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. പലരും രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ സ്നാനപ്പെട്ടിട്ടില്ല. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവാകുന്ന ശൗമേലിന്റെ വീട്ടിൽ വെച്ച് മറ്റാരും അറിയാതെ ശൗമേൽ രഹസ്യമായി ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞ് ഇത് പരസ്യമായി ചെയ്യേണ്ടതിന് വേണ്ടി ശൗമേൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി. അവന്റെ പിതൃഭവനക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി, എല്ലാവർക്കും ചീട്ടിട്ടു. ഒടുവിൽ ചീട്ട് കീശിന്റെ മകനാവുന്ന ശൗലിന് വീണു. ശൗലിനെ രാജാവാക്കാൻ അവിടെല്ലാം അന്വേഷിച്ചപ്പോൾ ശൗലിനെ കണ്ടില്ല. അവനെ പണ്ട് രഹസ്യമായി രാജാവാക്കിയതാ. എന്നാൽ പരസ്യമായി രാജാവാക്കാൻ ചെന്നപ്പോൾ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിളഞ്ഞു എന്ന് വായിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഹൃദയത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. പരസ്യമാകുന്ന ശുശ്രൂഷ സ്നാനമാണ്. ഇന്ന് പലരും രഹസ്യത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പരസ്യമാക്കുവാൻ മടിച്ച് ചില സാമാനങ്ങളുടെ ഇടയിൽ, ചില വിഷയങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. നിന്റെ ഒളിവ് സങ്കേതത്തിൽ നിന്ന് ഈ ദൈവനം കേൾക്കുമ്പോൾ നീ പുറത്തു വാ. യേശുവിനെ നീ പരസ്യമായി സാക്ഷീകരിക്കുക. യേശുവിനെ നീ പരസ്യമായി അംഗീകരിക്കുക. സമൂഹം നിന്നെ വെറുത്ത് നീ ഭാരപ്പെടേണ്ട. ചിലർ കർത്താവിൽ വിശ്വസിച്ചു, പള്ളിപ്രശ്നരാകാതിരിക്കാൻ ഏറ്റു പറഞ്ഞില്ല. അവർക്ക് യേശുവിനേക്കാൾ വലുതും പള്ളിയായിരുന്നു. അതുകൊണ്ട് നിനക്ക് വലുതിനെ കർത്താവായിരിക്കട്ടെ. കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ നീ പുറത്തു വാ. ദൈവത്തിന് വചനമനുസരിച്ച് പുറത്തു വാ. എന്ത് ചെയ്യണം? സ്നാനപ്പെട്ടാൽ അടുത്തെന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പം നുറുക്കുകയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നത് വായിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ പഴയ ദുരുപദേശത്തിൽ നിൽക്കുവാനല്ല, നിന്റെ അടുത്തുള്ള സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന
ഏതെങ്കിലും സഭകളുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ മേശ അനുഷ്ഠിച്ച് ആത്മീയത്തിൽ വളർച്ച പ്രാപിച്ച് കർത്താവിന്റെ വരവിനെ നീ നോക്കി പാർത്ത് ഇരിക്കണം. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. കൊരിന്ത്യർ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നീ ശപിക്കപ്പെട്ട കൂട്ടത്തിലാണോ? നിനക്ക് കർത്താവിനോട് സ്നേഹമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നീ കർത്താവിന്റെ കൽപ്പന എത്രയും വേഗം അനുസരിക്കണം. യേശുവിനോട് ചേരുന്നതാണ് സ്നാനം. നിനക്ക് യേശുവിനോട് ചേരുവാൻ താല്പര്യമില്ലയോ? യേശു നിന്റെ രക്ഷകനല്ലേ? നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇന്നേക്ക് 1900 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ മടിയിലിരുന്ന ദൈവത്തിന്റെ ഓമനക്കുമാരനാകുന്ന പുത്രൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. സമ്പന്നനായിരുന്നവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി. സൗന്ദര്യരൂപിയായിരുന്നവൻ നമുക്ക് വേണ്ടി വിരൂപിയായി. അവൻ ഈ ഭൂമിയിൽ വന്ന് 33 വർഷക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. കുരുടനവൻ കാഴ്ച കൊടുത്തു. മുടന്തൻ നടക്കുമാറായി. ചെകിടർ കേൾക്കുമാറായി. പക്ഷപാത രോഗി കിടക്കിയെടുത്തുകൊണ്ട് നടക്കുമാറാക്കി. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും താൻ ദൈവത്തിന്റെ പുത്രൻ എന്ന ശക്തിയോടെ വെളിപ്പെടുത്തി. അന്ത്യസമയത്ത് ഗെരസമനാൻ തോട്ടത്തിന്റെ നെടുമ്പാട് വീണ് കിടന്നുകൊണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കി പോകണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടവന് വാങ്ങി കുടിച്ചു. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ യൂദായുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സൈന്യം കിടന്നവനെ പിടിച്ചു. അവരവന്റെ കണ്ണ് കെട്ടി, അവന്റെ മുഖത്ത് അവർ തുപ്പി. കുടില് കൊണ്ടുവന്ന മുഖത്തെ രോമങ്ങളെല്ലാം ഓരോന്നായി പറിച്ചെടുത്തു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എന്റെ യേശു നമുക്ക് വേണ്ടി വിരൂപമായി. അവന്റെ തലയിൽ മുള്ളുകൊണ്ട് ഒരു കിരീടം വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ചു. രക്തം ധാരധാരയായി ഒഴുകി. ഈയക്കട്ടി, ചൂണ്ട, അസ്ഥികഷ്ണം ആരിയാരി ചേർത്ത് പിടിച്ചുണ്ടാക്കിയ കൊരിടാവ് കൊണ്ട് യേശുവിന്റെ പുറം നെടുകയും കുറുകയും അവരടിച്ചു കീറി. ഉഴവുചാലുകൾ കണക്ക് അവന്റെ പുറം നമുക്കായി കീറപ്പെട്ടു. ഭാരവേറിയ മരക്കുരിശ് അവനെ തോളി വെച്ചു. വഹിച്ചുകൊണ്ട് പോകുവാൻ അവന് കഴിഞ്ഞില്ല. പല പ്രാവശ്യം അവൻ വീണു. റോമൻ പടയാളികൾ കരുണ കൂടാതെ പിന്നെയും അവനെ അടിച്ചു. വയലിന് വരുന്ന കുറേനക്കാരനാവുന്ന ശിമോനെ കൊണ്ട് അവനെ ക്രൂശി ഒപ്പിച്ചു. ഗോൽഗോഥാ മലമുകളിൽ ചെന്ന് ക്രൂശിന്മേൽ വിരച്ചു കിടത്തി. അവന്റെ കൈകളിലും കാലുകളിലും അവരാണികൾ അടിച്ചു. പാറയിൽ വെട്ടിയ ആ കുഴിയിൽ ക്രൂശിട്ട് ഉറപ്പിച്ചപ്പോൾ അവന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടുപോയി. സൂര്യൻ പോലും സൃഷ്ടാവിന്റെ മരണം കണ്ടുകൊണ്ട് ഇരുണ്ടുപോയി. ഭൂമിക്കിരിപ്പാൻ കഴിഞ്ഞില്ല. ഭൂകമ്പമുണ്ടായി. ദൈവാലയത്തിലെ തിരശ്ശീല മേൽലോട്ടടിയോളം 2 ചിന്തപ്പെട്ടു പോയി. പക്ഷിമൃഗാരികൾ നിശബ്ദത പാലിച്ചു. കല്ലറകൾ തുറന്നു മരിച്ചവർ പലരും പുറത്തു വന്നു. ആർക്കെങ്കിലും സഹതാപം തോന്നുമോ എന്ന് അവൻ നോക്കി. ആരെയും കണ്ടില്ല. തന്നെ കൈവിടാത്ത പിതാവിന്റെ അടുക്കൽ സഹായത്തിനായി മേൽപോട്ട് നോക്കി. പിതാവ് മുഖം മറച്ചു കളഞ്ഞു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് നിലവിളിച്ച് അവന്റെ പ്രാണൻ പിതാവിങ്കലേൽപ്പിച്ചു. നമ്മെ അത്രയ്ക്ക് അവൻ സ്നേഹിച്ചു. നീ ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നിന്നെ സ്നേഹിച്ച് തന്റെ പുത്രനെ കാൽവരിയിൽ തകർത്ത് കളഞ്ഞു. യേശു നിന്നെ സ്നേഹിച്ചുകൊണ്ട് നീ അവനെ സ്നേഹിക്കരുതോ? യേശു നിന്നെ സ്നേഹിച്ചുകൊണ്ട് നീ എന്തുകൊണ്ട് അവനെ സ്നേഹിക്കുന്നില്ല? നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വൈദ്യലാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീണ്ടും ജന അനുഭവത്തിൽ നീ നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും യേശുവിനോട് ചേരുവാൻ നീ സ്നാനമേൽക്കണം. പലരും നിന്നെ പുറകോട്ട് വിലക്കിയെന്നിരിക്കും. യേശുവിനോട് ചേരുന്നത് ജീവിതത്തിൽ എത്ര ഭാഗ്യമാണ്. യേശുവിനായി ജീവിക്കുന്നത് ജീവിതത്തിൽ എത്ര ഭാഗ്യമാണ്. അതുകൊണ്ട് ഇനി അധികം താമസിക്കാതെ അനന്യ സൗലിനോട് പറഞ്ഞ പ്രകാരം ഇനിയും താമസിക്കുന്നതെന്ത്? ആകയാൽ ഇനിയും താമസിക്കുന്നതെന്ത്? നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. മരണം നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നു. എപ്പോ വേണേലും മരണം നമ്മളെ കൊണ്ടുപോകും. ദൈവത്തിന്റെ സത്യങ്ങളെ കേട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ നിനക്ക് കഴിയത്തില്ല. ആകയാൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനത്തിന്റെ ഉപദേശപ്രകാരം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് അവന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിപ്പാൻ വലിയവനാണ് ദൈവം നമുക്കേവർക്കും കൃപ ചെയ്യുമാറാകട്ടെ.